പറഞ്ഞു. എൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. ചാലക്കുടി ഒന്നക്കുഴിലാണ് വീട്. ആർമിയിലായിരുന്നു 20 വർഷം ജോലി ചെയ്തത്. അപ്പോ ഇന്ന് RCM ബിസിനസ്സിൽ ഒരു എമറാൾഡ് അച്ചീവർ ആയിട്ട് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത്, ഈ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള റൂബി ഗിരീഷ് സാറിലൂടെയാണ് ഈ പ്രസ്ഥാനത്തിന് അറിയുന്നത്. നമുക്കറിയാം, നമ്മൾ RCM ബിസിനസ്സിനെ പരിചയപ്പെടുമ്പോൾ പല ആളുകളും നിർബന്ധിച്ചിട്ടായിരിക്കും അത് കൊണ്ടുവരുന്നത്. പല ആളുകൾക്കും ശല്യം സഹിക്കാൻ വയ്യാതെ ആയിരിക്കും ജോയിൻ ആവുന്നത്. ചില ആളുകൾ ആളുടെ ഇഷ്ടം കൊണ്ടായിരിക്കും ജോയിൻ ആവുന്നത്. പല ആളുകൾ RCMത്തിലേക്ക് വരുന്നത് നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അവര് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ RCM ബിസിനസ്സിലേക്ക് വരുന്നത് എന്നെ പരിചയപ്പെടുത്തിയ ആളുടെ ഇഷ്ടം കൊണ്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ എന്നെ പരിചയപ്പെടുത്തിയത് ഗിരീഷ് സാറാണ്. എൻ്റെ അമ്മാവന്റെ മകനാണ്, എൻ്റെ അനിയനാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വിചാരിച്ചത്, അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോയിൻ ആയതാണ്. അങ്ങനെ RCM ബിസിനസ്സിലേക്ക് വരുന്നു. പതിയെ പതിയെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. വലിയൊരു പ്രോഗ്രാമിൽ ആൾ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയപ്പോൾ RCM ഒരു വലിയ അവസരമാണെന്ന്, RCMത്തിന്റെ ഉൽപ്പന്നങ്ങൾ വളരെ നല്ലതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ആ വലിയ വലിപ്പം എന്നിൽ ആകർഷിച്ചു. അങ്ങനെ ഞാൻ പതിയെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. RCM ബിസിനസ്സിലെ ഏറ്റവും ചെറിയ ഒരു ലെവൽ, ബിഗിനർ അച്ചീവർ 1000 രൂപ വരുമാനം കിട്ടുന്ന ഒരു ലെവലിൽ നിന്നും തുടങ്ങി പതിയെ പതിയെ പഠിക്കാൻ തുടങ്ങി. ഡോക്ടർ രാജൻ സാറിലൂടെ നല്ല ശിക്ഷണം കിട്ടി. നന്ദന സാറിലൂടെ, ബിനു സാറിലൂടെ, മൂർത്തി സാറിലൂടെ നല്ല അവസരങ്ങൾ പറഞ്ഞു തന്നു. കൂടെ നിന്നു. എല്ലാ ലീഡേഴ്സും എല്ലാ പ്രോഗ്രാമുകളും സക്സസ് ആയ എല്ലാ ലീഡേഴ്സിനോടും നല്ലൊരു സഹകരണം കിട്ടി. പതിയെ പതിയെ വളർന്നു. ഇന്ന് 1 ലക്ഷത്തിൽ വരുന്ന വരുമാനം കിട്ടുന്ന എമറാൾഡ് അച്ചീവർ ആയിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഞാനും എൻ്റെ കുടുംബവും RCM ബിസിനസ്സിലാണ്. എൻ്റെ മകൻ BTech എഞ്ചിനീയർ ആണ്, റോയൽറ്റി അച്ചീവർ ആണ്. ഇന്ന് കുടുംബമായിട്ട് RCM ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വർഷത്തെ എല്ലാവിധ ആശംസകളും, ഓണാഘോഷം നേരുന്നു. അപ്പൊ നമ്മൾക്കറിയാം, ഓണം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ എപ്പോഴും സദ്യയായിരിക്കും, ഓണക്കോടിയായിരിക്കും മനസ്സിൽ വരുന്നത്. വലിയ സദ്യ, വലിയ ഓണക്കോടി, നല്ല ഭക്ഷണം, പച്ചക്കറികള് വാങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും നമുക്കൊരു ഓണത്തെ പ്രതി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ RCM ബിസിനസ്സിൽ വരുമ്പോ ഒരുപാട് കാറ്റഗറി പ്രൊഡക്ട്സുകൾ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തിലെ എത്ര ആളുകളുണ്ടോ എല്ലാവർക്കും കൃത്യമായി അറിയാം. ഒരു വീട്ടില് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് എത്ര മക്കളുണ്ടോ ആ മക്കള് ആരെന്ത് ചെയ്യും, എന്താണ് ചെയ്യുന്നത്, ആരാണ് കൊണ്ടുവരുന്നത്, ആരാണ് കൊടുക്കുന്നത്, ആരാണ് സ്നേഹിക്കുന്നത്, ആരാണ് സ്നേഹിക്കാതിരിക്കുന്നത്, ആരാണ് വരുമാനം കൊണ്ടുവരുന്നത്, ഒക്കെ നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തില് ആരെങ്കിലും എത്ര ആളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവരുടെ സ്വഭാവം അറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. RCM ബിസിനസ്സിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുടുംബത്തില് 25ഓളം സെഗ്മെന്റ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഈ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾക്ക് എത്രത്തോളം അറിയാം, ആര് കൊണ്ടാണ് എന്തൊക്കെ കിട്ടുന്നത്, ആരെന്ത് തരും, ആരോട് ചോദിച്ചാലാണ് തരാ, ആര് കൊടുത്താലാണ് കിട്ടുക, ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് RCM ബിസിനസ്സിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സെഗ്മെന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഹരിത സഞ്ജീവനി. ഹരിത സഞ്ജീവനിയിലും 10 പ്രൊഡക്റ്റുകളുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ, ഈ നമ്മുടെ വീട്ടിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, വീട്ടിലെത്ര ആളുണ്ട്, അവര് സ്വഭാവങ്ങളും അവര് ഗുണങ്ങളും അവര് ചെയ്യുന്ന പണികളും കൊണ്ടുവരുന്ന കാര്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ നല്ലൊരു അവസരമാണ് ഹരിത സഞ്ജീവനിയിൽ നമുക്കുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അധികം സംസാരിക്കാതെ ഞാൻ 2-3 സ്ലൈഡ് ഉണ്ട്, അപ്പൊ അത് കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഒരു
പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ ഭൂമിയുടെ ഒരു പഴയ കാലം, അല്ലെങ്കിൽ നമ്മൾക്കൊരു 10-30 വർഷം, നമുക്കൊരു 3-4-5 10-30 വർഷങ്ങളത്തെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്താ നല്ലൊരു രസമായിട്ടുള്ള നല്ല പച്ചപ്പ്, നല്ല ഒരു രീതി, നല്ലൊരു എന്ത് രസമായിരുന്നു നമ്മൾ 10-25-30 വർഷം മുമ്പത്തുള്ള ജീവിതം നമ്മുടെ. അവിടെ മഴ പെയ്യുന്നു, തോടുകൾ നിറയുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മഴ പെയ്യുമ്പോഴേക്കും നദികള് കവിഞ്ഞൊഴുകാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് എത്ര മഴ പെയ്താലും നദികള് നിറഞ്ഞ്, ആറുകൾ നിറഞ്ഞ് കവിയുമായിരുന്നു. പക്ഷെ നല്ലൊരു മഴ പെയ്യുമ്പോൾ റോഡും വീടുമാണ് നിറഞ്ഞു കവിയുന്നത്. വീട്ടിനകത്താണ് വെള്ളം കയറുന്നത്, റോട്ടിലാണ് വെള്ളം കയറുന്നത്. കാരണം എന്താണ്? പുഴയിൽ വെള്ളം ഇരിക്കാനുള്ള സ്ഥലമില്ല, അത് നികന്ന് വന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് കാരണം? നമ്മുടെ മണ്ണിന്റെ മോശം, മണ്ണിലൊരു ക്ഷമത കുറഞ്ഞതുകൊണ്ട്, പ്രകൃതി അതില് വ്യത്യാസം വന്നതുകൊണ്ട് ആ ഒരു നല്ല കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുക, നമ്മുടെ മുത്തശ്ശന്മാര്, അപ്പൂപ്പന്മാരും ഒക്കെ ഒരു കൃഷി ചെയ്യുമ്പോൾ, കാരണം എന്താ പറയുക, അവർ വളരെ ദരിദ്രന്മാരായിരുന്നു. പക്ഷെ വളരെ കഠിനാധ്വാനികളായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ദരിദ്രൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലാതെയായി പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? കഠിനാധ്വാനികളും ഇല്ലാതെയായി പോയി. ഇപ്പൊ എന്താ? ജനങ്ങൾക്ക് സ്നേഹം ഇല്ലാതെയായി പോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ആളുകളിൽ പൈസയുണ്ട്, പൈസയുള്ള ആളുകളാണ്, പക്ഷേ കഠിനാധ്വാനമില്ല. ഞാൻ എന്റെ ചെറുപ്പത്തില്, ഞാൻ ജനിച്ചു വരുമ്പോ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ കാണാണ് ഞാൻ ആദ്യം കാണുന്നത് എന്റെ അച്ഛനെയായിരുന്നു. അദ്ദേഹം കൃഷിക്കാരനായിരുന്നു, കൂലിപ്പണിക്കാരനായിരുന്നു, കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളായിരുന്നു. ഇന്നെന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് എന്റെ അമ്മാവനായിരുന്നു. ഞാൻ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോ എന്റെ അമ്മാവനെയാണ് ഞാൻ ഓർക്കുക. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനി ആരാണെന്ന് ഇന്നൊക്കെ എന്നെ ചോദിച്ചാലും ഞാൻ പറയും എന്റെ അമ്മാവനാണെന്ന് പറയും. കാരണം അമ്മാവനിലൂടെയാണ് ഞാൻ എങ്ങനെയാണ് കൃഷി നടന്ന്, എന്തൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ അറിഞ്ഞത്, പഠിച്ചത്. അമ്മാവനൊക്കെ ഒരു പയർ നടുമ്പോൾ എത്രയോ പയറുണ്ടായിരുന്നു. അത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. തന്നെയല്ല, ഒരു കൊള്ളിക്കട, ഒരു മരച്ചീനി കട പറിക്കുമ്പോൾ എത്രയോ മരച്ചീനി ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങള് 3-4-5 വീടുകളിൽ ആളുകളായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. തന്നെയുമല്ല, ഒരു തേങ്ങ ഇടുമ്പോൾ, അന്നൊക്കെ ഞങ്ങള് പറമ്പിൽ തേങ്ങ ഇടുമ്പോ ഞങ്ങളൊരു ടെമ്പ വിളിച്ചിട്ടാണ് തേങ്ങ ഇടാൻ പോവാറ്. ഇപ്പൊ അതേ പറമ്പിൽ ഞാൻ തേങ്ങ എടുക്കാൻ പോണത് എന്റെ സ്കൂട്ടർ കൊണ്ടിട്ടാ. സ്കൂട്ടർ കൊണ്ടുപോയി 2-3 ട്രിപ്പ് കൊണ്ട് തേങ്ങയിടൽ കഴിഞ്ഞു. ഇങ്ങനെ ഒരു കാലമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അന്ന് ടെമ്പയില് പോയിരുന്നു ഈ കാലങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നല്ലൊരു കാലത്തിലേക്ക്, ആ നല്ല ഒരു വരുമാന സ്രോതസ്സിലേക്ക് ഇന്ന് ആളുകൾ പൈസ ഉണ്ട്, പക്ഷെ വിജയല്ല. അപ്പൊ പൈസയല്ല ഇന്ന് മുഖ്യം. പൈസ എല്ലാവരുടെ കയ്യിലുണ്ട്. ജീവിതത്തിൽ വലിയൊരു സക്സസ് ആവാനായിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അധ്വാനം ചെയ്യുകയാണെങ്കിൽ, ആ വിജയിച്ച സക്സസ്ഫുൾ ആയ ആളുകളുടെ ആ ഒരു സ്നേഹവും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് വിജയിക്കാൻ, ആ ഒരു നല്ല ഹരിത ഭൂമിയിലേക്ക് വരാൻ, ആ നല്ല സിറ്റുവേഷനിലേക്ക് വരാൻ, ആ നല്ല ഭക്ഷണത്തിലേക്ക് പോവാൻ, അതിന് നമുക്ക് ഒരുക്കി തന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് RCM. ആ ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും ഗുരു TCG. എങ്ങനെ നമുക്ക് നമ്മുടെ ആ പഴയ കാലത്തിലേക്ക് പോകാൻ പറ്റും? കൈ നിറയെ വിളവ്, കൈ നിറയെ സമ്പാദ്യം, കൈ നിറയെ സന്തോഷം, എന്നും ഓണം പറയാറില്ല, എന്നും നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരമാണ് TCG നമുക്ക് ഹരിത സഞ്ജീവനിയിലൂടെ, എന്നും ആ കാലഘട്ടത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കൊരു കൃഷി തരാനുള്ള അവസരമാണ് നമുക്ക് TCG RCയത്തിലൂടെ ഒരുക്കി തന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഭൂമിയെ, ആ ഒരു സന്തോഷത്തെ, ആ ഒരു കാലഘട്ടത്തെ, ആ ഒരു ജീവിതത്തിലേക്ക്, ആ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ഹരിത സഞ്ജീവനി എങ്ങനെ നമുക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുണ്ടാണ് ഒന്നാണ് സോയിൽ. നമ്മുടെ ഒരു ലക്ഷ്യം എന്തായിരിക്കണം? ആ ഒരു ജീവിതത്തിലേക്ക് പോകാൻ എന്താണ് ചെയ്യേണ്ടത് പറയുന്നതാണ്. ഞാൻ എൻ്റെ അമ്മാവൻ ഏറ്റവും നല്ല കൃഷിക്കാരനാണെങ്കിലും, പക്ഷെ അന്ന് അദ്ദേഹം കൃഷിക്ക് വേണ്ടി എവിടെയും പഠിക്കാൻ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു തിയറി പഠിച്ചിട്ടല്ല കൃഷി ചെയ്തിരുന്നത്, അദ്ദേഹം ഒരു കണക്ക് പഠിച്ചിട്ടല്ല കൃഷി ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തിരുന്നത്?
എന്റെ കൺമുമ്പിൽ കണ്ടൊരു കാര്യമാണ്. എവിടെയാണോ നല്ല വാഴ കാണുന്നത്, എവിടെയാണോ നല്ല കൃഷി കാണുന്നത്, എവിടെയാണോ നല്ല തെങ്ങ് കാണുന്നത്, എവിടെയാണോ നല്ല കപ്പ മരച്ചീനി കാണുന്നത്, അവരെ പോയി കണ്ട് അതെന്താണ്, എങ്ങനെയാണ് അവിടുന്ന് കൊണ്ടുവന്ന് അദ്ദേഹം പരിപാലിച്ച് വലിയ കൃഷി, നല്ലൊരു കൃഷി, നല്ല അധ്വാനമാണ് അദ്ദേഹം ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്. ഇതാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോ തിയറി പഠിക്കലല്ല, തിയറി നമുക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാം. ഇത്രയും നാളും നമ്മൾ ഹരിതസഞ്ജീവനിയുടെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും തിയറി പഠിച്ചിരിക്കുകയാണ്. പക്ഷെ തിയറി ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ്. കൃഷിക്കാരന്റെ അടുത്ത് നമ്മൾ തിയറി പഠിക്കേണ്ട കാര്യമില്ല. കൃഷിക്കാരനോട് എന്ത് പറയേണ്ടത്? ഇങ്ങനെ ചെയ്താൽ ഇത് കിട്ടും, ഇത് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനു ചെയ്യണം? ആ നല്ല ഒരു സന്തോഷമുള്ള നല്ലൊരു രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അതിന്റെ ഏറ്റവും തുടക്കം എന്ന നിലയ്ക്കാണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നല്ല മണ്ണ്. നല്ല മണ്ണിലാണ് നല്ല ചെടി ഉണ്ടാവുള്ളൂ. നല്ല ചെടിയിലാണ് നല്ല പോഷകം ഉണ്ടാവുള്ളൂ. നല്ല പോഷകമാണ് നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ TCG നമുക്ക് നല്ല ആ മണ്ണിൽ എങ്ങനെ നല്ല വിളവ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എന്താണ് സോയിൽ, എങ്ങനെയാണ് ആ നല്ല മണ്ണിനെ നമുക്ക് ക്രമീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ നല്ല പ്ലാന്റ്, നല്ല കൃഷിനെ നമുക്ക് ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് നല്ല ആരോഗ്യത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം ഇത് നമുക്കറിയാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോ ഹരിത സഞ്ജീവനി. അപ്പൊ ഹരിത സഞ്ജീവനിയില് 10 പ്രൊഡക്റ്റുകൾ ഉണ്ട്. ആ 10 പ്രൊഡക്റ്റില് അതാണ് ഞാൻ 10 മക്കൾ ഉണ്ടെങ്കിൽ ആ 10 മക്കളുടെയും ഗുണങ്ങൾ മനസ്സിലാക്കി, അവരുടെ കഴിവുകൾ മനസ്സിലാക്കി, അവരൊന്ന് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ആരെ കൊടുത്താൽ, അല്ലെ ആര് പറഞ്ഞത് കേട്ടാൽ, ആരെ കാണിച്ചു കൊടുത്താൽ നമുക്കിത് സാധിക്കുമെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹരിത സഞ്ജീവനിയില് ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ഹരിത സഞ്ജീവനി, നമ്മുടെ ഹരിത സഞ്ജീവനി പ്രൊഡക്റ്റ്. അപ്പോ ഇത് ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഹരിത സഞ്ജീവനിയുടെ. അപ്പൊ ഇവിടെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ആളുകളും അറിഞ്ഞു വെച്ചിരിക്കുന്നത്, പഠിച്ചു വെച്ചിരിക്കുന്നത്, ഹരിത സഞ്ജീവനി ഇട്ടാൽ എന്റെ വാഴ നന്നായി ഉണ്ടാകും, ഹരിത സഞ്ജീവനി ഇട്ടാൽ എനിക്ക് നന്നായിട്ട് ഉണ്ടാകും, തെങ്ങ് വളരും, കായ വളരും, ഫലം വളരും എന്നൊക്കെ പലതരം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്? ഹരിത സഞ്ജീവനിയാണ് വളമായി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പല ആളുകളും അതൊരു ഫ്രൂട്ട് സ്പെഷ്യലാണ് എനിക്ക് കൂടുതൽ വളം തരുന്നത് വിചാരിച്ചിരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഡിഫൻഡ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ചില ആൾക്കാർ സോയിൽ സ്പെഷ്യൽ ആണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ചില ആളുകൾ റാപ്പിഡ് ആണ്, മിലാപ്പാണ് എന്ന് പറഞ്ഞാൽ 10 കാര്യങ്ങളും നല്ലതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 10 കാര്യങ്ങളും നല്ലതാണ്. പക്ഷെ ആരെ, എങ്ങനെ, എപ്പോ ഉപയോഗിക്കണം എന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. അതിലത്തെ ആദ്യത്തെ ഒരു കാര്യമാണ് ഹരിത സഞ്ജീവനി. അപ്പൊ ഹരിത സഞ്ജീവനി എന്ന് പറയുമ്പോൾ ഞാനത് ഓടിച്ച് കാണിച്ച് പറഞ്ഞു പോവാണ്. ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ കാണിക്കാം. അടുത്തൊരു കാര്യമാണ് അപ്പൊ ഹരിത സഞ്ജീവനി എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് അപ്പൊ ഹരിത സഞ്ജീവനി എന്തിനാണ് ചെയ്യുന്നതെന്നും നമുക്ക് പഠിച്ചിട്ട് പോവാം. ഏറ്റവും നല്ല കാര്യമാണ് ഹരിത സഞ്ജീവനി നമ്മൾക്ക് മണ്ണിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മണ്ണിനുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ മണ്ണിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഹരിത സഞ്ജീവനിയുടെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് 4 പാക്കറ്റ് ഉണ്ട്. അതിലാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് 1, 2, 3, 4. 4 ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മണ്ണിനെ നമ്മൾ നല്ല മണ്ണാക്കി മാറ്റുക എന്നുള്ളതാണ്. നല്ല മണ്ണാക്കി മാറ്റുക എന്ന് പറയാൻ കാരണം ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ മണ്ണ്, അല്ല നമ്മുടെ മുറ്റം, നമുക്കറിയാം നമ്മുടെ കൃഷിസ്ഥലം, നമ്മുടെ വീട്ടിലുള്ള മണ്ണ് തന്നെ, അത് എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും ഇതേവരെയുള്ള 10, 40, 60, 70 വർഷങ്ങളായിട്ട് ഒരുപാട് തരത്തിലുള്ള രാസവളങ്ങൾ ഇട്ട് അതിൽ 18, 18, 18 ഇങ്ങനെയുള്ള അതായത് കെമിക്കൽ വളങ്ങള്. അപ്പൊ അതിലെന്താ ചെയ്യുന്നത്? 18, 18 എന്ന് പറഞ്ഞ 64ആണ്. അപ്പൊ 64 എന്ന് വെച്ചാൽ 64 കിലോ ഒരു ചാക്കില്, അല്ലെങ്കിൽ 64 ഒരു 100 അല്ലെ ഒരു 100 ഗ്രാം 100 കിലോ എടുക്കുകയാണെങ്കിൽ 64 കിലോ മണ്ണിനുള്ളതും ബാക്കിയുള്ളത് 36 കിലോ അതെന്തിനുള്ളതാണ്?
അത് നമ്മുടെ മണ്ണിനെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ വളങ്ങളും ഇട്ടിട്ട് മണ്ണ് ശക്തമായി കട്ടിയായി ഇന്ന് മണ്ണിൽ കളയ്ക്കാനും പറ്റില്ല, ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല. എന്നാൽ നമ്മൾക്ക് അറിയാം, കൃഷിക്കാരനാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃഷി എന്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞാലാണ് നമ്മൾ കൃഷിയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. എന്തിനാണ് ഈ കൃഷി? കൃഷി എന്താണ്? മനുഷ്യന്റെ ദൈനംദിന ആവശ്യത്തിന്, അതായത് ഭക്ഷണം, വസ്ത്രം, വരുമാനം, ഇതൊക്കെ സാധിച്ചെടുക്കാൻ മണ്ണിനെ ഒരുക്കി വിത്തുകൾ പാകി സസ്യങ്ങളും വിളകളും എടുക്കുന്ന പ്രക്രിയയാണ് കൃഷി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ കൃഷിയിൽ എന്ത് ചെയ്യണം, അല്ല എന്ത് കിട്ടും നമ്മൾ എന്താ വിചാരിക്കുന്നത്? എന്താണ് കൃഷിയിൽ എന്താ കിട്ടാന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യണമെന്ന് നമുക്ക് സ്വയമേ എല്ലാവർക്കും അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് കൃഷി? എന്തിനാണ് ഞാൻ ഹരിതസഞ്ജീവനി ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഞാൻ ഗാർഡൻ കോൾ ഉപയോഗിക്കുന്നത്? അത് നമുക്ക് തിരിച്ചറിയണം. കൃഷി എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം ഉറപ്പാക്കാനാണ്. അതായത് ഭക്ഷ്യസുരക്ഷയാണ് കൃഷി പറയുന്നത്. കൃഷി എന്താണ്? ഭക്ഷ്യസുരക്ഷയാണ്. ഒരു മനുഷ്യന്റെ ജീവനും ജീവജാലങ്ങളും, മനുഷ്യന്റെ ജീവനും ജീവജാലങ്ങളെയും തലമുറയെയും നിലനിർത്താനുള്ളതാണ് കൃഷി. അതിനുള്ളതാണ് ഭക്ഷ്യസുരക്ഷ. എന്തിനാണ് കൃഷി എന്ന് വെച്ചാൽ ഭക്ഷ്യസുരക്ഷ. രണ്ടാമത്തെ കാര്യങ്ങള് വ്യവസായങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കൃഷി. അപ്പൊ എന്താണ് വിചാരിക്കുന്നത്? എന്തിനാണ് വ്യവസായങ്ങൾ ഉണ്ടാകുന്നത്? ഞാൻ കരിമ്പ് നട്ടുകൊണ്ട് എങ്ങനെ വ്യവസായം ഉണ്ടാവുന്നത്? നമ്മൾ നോക്കൂ, നമ്മൾ പ്രൊഡക്റ്റിലാണ് ബിസിനസ് നടക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഉണ്ടാകണമെങ്കിൽ അതില് അസംസ്കൃത പദാർത്ഥങ്ങൾ വേണം. ആ പ്രൊഡക്റ്റിന് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ വേണം. ആ സാമഗ്രികൾ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ബിസിനസ് നടക്കില്ല. ഏതൊരു തരം ബിസിനസ് ആയിക്കോട്ടെ. ആർസിഎം ബിസിനസ്സിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഓരോ തരത്തിലുള്ള പ്രൊഡക്റ്റില് നിർഭരാണ്. ആ പ്രൊഡക്റ്റ് ഉണ്ടായാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യവസായങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആദ്യം എന്താ പറഞ്ഞ? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൃഷി ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്? വ്യവസായങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി കൃഷി ചെയ്യണം. അടുത്തൊരു കാര്യം എന്താണ്? തൊഴിലും ജീവനോപാധിയും. നമ്മൾക്ക് തൊഴിലുകളും വേണം, ജീവൻ ഉപാധിയും വേണം. അതിനാണ് കൃഷി ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? സമ്പദ് വ്യവസ്ഥ. നമ്മുടെ ലോകത്തിന്റെ, നമ്മുടെ ജനതയുടെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉണ്ടാക്കുന്നത് കൃഷിയാണ്. അടുത്തൊരു കാര്യം പരിസ്ഥിതി സന്തുലനം. നമ്മുടെ ജീവനും നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ തലമുറയും ഉണ്ടാക്കുന്നത് കൃഷിയാണ്. അപ്പൊ കൃഷി എന്തിനു ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി, ഇതൊന്നും നശിക്കാതിരിക്കാൻ വേണ്ടി, ഇതൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യണം. ആ കൃഷി ചെയ്യാൻ എന്താ വേണ്ടേ? ഒരു തിയറി പഠിക്കണ്ട. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരാള് ഉണ്ടാക്കിയത് കണ്ടത് ചെയ്തുപയോഗിച്ചാൽ പോലും കൃഷിയാണ്. എന്താണ് പറയുന്നത്? ഒരു വീട്ടിൽ ഒരു പച്ചമുളക് നട്ടാൽ പോലും അത് കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നമ്മുടെ കൃഷി നമ്മുടെ മണ്ണിൽ, നമ്മുടെ വീട്ടിലുള്ള മണ്ണിൽ, എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള മണ്ണിൽ ഹരിത സഞ്ജീവിനി കൊണ്ടുപോയി ഒരു പച്ചമുളകോ ഒരു വെണ്ടക്കായോ ഒരു തക്കാളിയോ നടുന്നത് പോലും കൃഷിയാണ്. നമ്മളൊരാളെ കാണിച്ചു കൊടുക്കാണ്. അവരത് കൃഷിയുള്ള ആളുകൾ എന്താ സംഭവിക്കുന്നത്? അവർക്ക് കൃഷി ചെയ്ത് നശിച്ചത് കൊണ്ടാണ് അവർ മാറി മറ്റൊരു തൊഴിലിലേക്ക് പോകുന്നത്. പക്ഷെ ആളുകളൊക്കെ കൃഷി ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? നമ്മുടെ ഈ ലോകം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭക്ഷ്യസുരക്ഷ, ഈ ഒരു പ്രസ്ഥാനം ഇല്ലാതെയായി പോകും. തലമുറ നശിച്ചു പോകും. അതിനു വേണ്ടിയിട്ടാണ് ഹരിത സഞ്ജീവനി പോലുള്ള ഏറ്റവും നല്ല കൃഷി ഉപായങ്ങള് TCG രൂപകൽപ്പന ചെയ്ത് നമ്മളിൽ ഓരോരുത്തരുടെയും നമ്മളൊരു കൃഷി ആരംഭിച്ച് അത് മറ്റുള്ളവർ കാണിച്ചു കൊടുത്ത് കഴിവുള്ള ആളുകളെ, പറമ്പുള്ള ആളുകളെ, ചെയ്യാനുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ എൻ്റെ വീട്ടിൽ തുടങ്ങിയത്. എന്താ? ചെറിയ പച്ചമുളകിന് പോലും ഇടാൻ തുടങ്ങി, തക്കാളിക്ക് ഇടാൻ തുടങ്ങി, വാഴയ്ക്ക് ഇടാൻ തുടങ്ങി, മരച്ചീനിക്ക് ഇടാൻ തുടങ്ങി, ജാതിക്ക് ഇടാൻ തുടങ്ങി, തെങ്ങിനിടാൻ തുടങ്ങി. ഇങ്ങനെ അത് പല ആളുകളും കാണാൻ തുടങ്ങി. അപ്പൊ പേരമരത്തിന് ഇടാൻ തുടങ്ങി, റംബൂട്ടാൻ ഇടാൻ തുടങ്ങി, മംഗോസ്റ്റിന് ഇടാൻ തുടങ്ങി. ഇങ്ങനെ ചുറ്റുവട്ടത്തും ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ ചോദിക്കാതെ തുടങ്ങിയ, ഇത് എങ്ങനെയാ ചെയ്യുന്നത്, എന്താ ഇട്ടേ, ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ കൃഷിക്ക് കഴിവുള്ള ആളുകള് അത് കണ്ടു മനസ്സിലാക്കി നമ്മളോട് ചോദിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ, മണ്ണിൽ തന്നെ, നമ്മുടെ മണ്ണിന് തന്നെ നമ്മൾ പരീക്ഷ ചെയ്യാവുന്നതാണ്.
അതിനുള്ള ഏറ്റവും വലിയൊരു പാക്കേജ് ആണ്, ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഹരിത സഞ്ജീവിനി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇതിനകത്ത് 4 പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റ് നമ്മൾ സെറ്റായിട്ട് വാങ്ങേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഒരു പാക്കറ്റ് എടുക്കേണ്ടതാണ് ഹരിത സഞ്ജീവനി എന്നൊരു പാക്കറ്റ് എടുക്കണം. അതിന് 4 പാക്കറ്റ് ഉണ്ട്. അതിലൊന്ന് ചെയ്യണത് എങ്ങനെ മണ്ണിനെ ട്രീറ്റ്മെന്റ് ചെയ്യണം. മണ്ണിനെ ട്രീറ്റ്മെന്റ് ചെയ്താൽ ആ മണ്ണിലെ മാലിന്യങ്ങളെ മാറ്റി അതിന്റെ പോഷക ഘടകങ്ങളെ നിലനിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുന്നു, അതിൽ വായു സഞ്ചാരം ഉണ്ടാക്കുന്നു, അതില് നല്ല സൂക്ഷ്മജീവികളെ ക്രിയേറ്റ് ചെയ്യുന്നു, മണ്ണിൽ നല്ല വേരുപഴുപ്പും എന്ന് പറഞ്ഞ തായ് വേരുകൾ ഉണ്ടാക്കി മണ്ണിനെ സജ്ജമാക്കുന്നു. ഒരു ചെടി വന്നാൽ, ഒരു ചെടി ഉണ്ടായാൽ ആ തായ് വേരിലൂടെ ആ അതിന്റെ ഭക്ഷണത്തെ സ്വീകരിക്കാനുള്ള സാഹചര്യമാണ് മണ്ണിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാണ് ഹരിത സഞ്ജീവനിയുടെ പാക്കറ്റിൽ ഒന്നാമത്തെ പാക്കറ്റ്. രണ്ടാമത്തെ പാക്കറ്റ് എന്താണ്? വേരിന് എല്ലാ തരത്തിലേക്കും, എവിടേക്കാണ് പോഷകങ്ങൾ ഉള്ളത്, എവിടേക്കാണ് ഭക്ഷണം ഉള്ളത്, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള റൂട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ വേരുകള് ആ ചെടിയുടെ. അപ്പൊ എവിടേക്കാണ് ഭക്ഷണം ഉള്ളത് അത് ആ മണ്ണിൽ എവിടെയൊക്കെ ദൂരത്തിലായാലും പോയി എടുത്ത് അത് കൊണ്ടുവരും. ആ ചെടിയെ നല്ല പോഷകമാക്കി വളർത്താനായിട്ട് സഹായിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്? അങ്ങനെ കിട്ടുന്ന പോഷകങ്ങൾ അത് ചെടിയുടെ വലിപ്പം കൂട്ടും, ഇലകളുടെ എണ്ണം കൂട്ടും, ഇലയുടെ വലിപ്പം കൂട്ടും, അതിന് ഏറ്റവും നല്ല രീതിയിൽ പാചകം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ നല്ല ഇല വളരാനും ഇല കൂടുതൽ ഉണ്ടാകാനും അത് വലിപ്പം കൂടാനും ഏറ്റവും നല്ല പാചകം, അത് ഈ പൂക്കൾ ഉണ്ടാവാനായിക്കോട്ടെ, ഫലങ്ങൾ ഉണ്ടാകാനായിക്കോട്ടെ, ആ തരത്തിലുള്ള അത് ക്രിയേറ്റ് ചെയ്യും ഇലകളിലൂടെ. അപ്പൊ നാലാമത്തെ ഒരു കാര്യം എന്താണ്? പൂക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്, വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ എന്താ പറയാ കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പൂക്കളുടെ കാര്യങ്ങളും ഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം. ഇങ്ങനെയാണ് 4 കാറ്റഗറിയിൽ വരുന്നത്. അടുത്തൊരു കാര്യമാണ് അതിൽ ഹരിസഞ്ജീവനി പിന്നെന്താണ് ഗുണങ്ങൾ? ഇതാണ് പ്രകൃതിദത്തമായി ചേരുകയാണ്. ഇത് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പ്രകൃതിദത്തമാണ്. അപ്പൊ എന്താണ്? ഒരു രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പൊ എന്താണ്? നമുക്ക് ഇപ്പൊ വിചാരിക്കണ ഒരു പറമ്പില് ഒരു 100 കിലോ വളം വാങ്ങുന്നുണ്ടെങ്കിൽ അത് 25% കുറച്ച് ആ പൈസക്ക് നമുക്ക് വലിയ കൃഷിക്കാരാണെങ്കിൽ, ചെറിയ കൃഷിക്കാരാണെങ്കിലോ വാങ്ങുന്ന വളത്തെ കുറച്ച് നമുക്ക് ഒരു ഹരിത സഞ്ജീവനിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ചെയ്യത്? രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും, വേരുകളുടെ വളർച്ചയും ചെടിയുടെ വളർച്ചയും നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കും, മണ്ണിന്റെ ആരോഗ്യവും അതായത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും വർദ്ധിക്കാൻ സഹായിക്കും, പൂക്കളും കായ്ഫലവും ധാരാളം ഉണ്ടാകാൻ സഹായിക്കും, വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഹരിത സഞ്ജീവനിയുടെ കാര്യം. അടുത്തൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഓടിച്ച് നിങ്ങൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ നോക്കുക, അടുത്ത എന്താണ്? ഹരിത സഞ്ജീവനി സോയിൽ സ്പെഷ്യൽ. അപ്പൊ ഇതെന്തിനാണ്? ഇപ്പൊ നമ്മൾ നോക്കണം, നമ്മൾ ഹരിത സഞ്ജീവനിയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത്. അതെന്താണ്? മണ്ണിനെ സംരക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ആ ചെടിയിൽ നിന്ന് പല കാറ്റഗറി ഘട്ടങ്ങളായിട്ട് വളർത്താനുള്ളതാണ്. അപ്പൊ ഹരിത സഞ്ജീവനി സോയിൽ സ്പെഷ്യൽ എന്തിനാണ്? അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ചെടികളുണ്ട്, വലിയ ചെടികളുണ്ട്. ചെറിയ ഫലം തരുന്നത് 2-3 മാസം കൊണ്ടൊക്കെ ഫലം തരുന്ന, 2-3-4 6 മാസത്തിനുള്ളിൽ ഫലം തരുന്നതുണ്ട്, 6 മാസത്തിന് ശേഷം ഫലം തരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കൂ, 6 മാസത്തിന് ശേഷം ഫലം തരുന്ന ആളുകൾക്ക് സോയിൽ സ്പെഷ്യൽ അത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് വലിയ ഒരു മരത്തെയാണ് സൃഷ്ടിക്കുന്നത്. വലിയ തെങ്ങ്, വലിയ മാവ്, വലിയ മരങ്ങള്, വലിയ കൃഷി, വലിയ പറമ്പ്, കൂടുതൽ കൃഷി, ഇങ്ങനെയുള്ള കാറ്റഗറിക്കാണ് ഹരിത സഞ്ജീവനി നമ്മൾക്ക് സോയിൽ സ്പെഷ്യൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കേണ്ടതാണ് സോയിൽ സ്പെഷ്യൽ. ഇനി നമ്മൾ നോക്കണം, ഇത് പറഞ്ഞതൊന്നും ഇപ്പൊ എന്താണ്? ഞാൻ ഹരിത സഞ്ജീവനി പറഞ്ഞു, സോയിൽ സ്പെഷ്യൽ പറഞ്ഞു, ഇതൊന്നും വളമല്ല. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന അറിയോ? മണ്ണിലെ ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത്. ഇതുവരെ മണ്ണ് ഏതു രൂപത്തിലായിരുന്നോ ആ രൂപത്തിൽ നിന്ന് മാറി നല്ല ഫലപുഷ്ടിയുള്ള, നല്ല ഒരു ചെടിക്ക് പര്യാപ്തമായ പോഷകങ്ങളും വളരാനുള്ള സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളെ പിടിച്ചു നിർത്താനുള്ള വേര് ശക്തി കൂട്ടാനും പ്രതിരോധ ശക്തി കൂട്ടാനുമുള്ള സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയാണ് യഥാർത്ഥത്തിൽ വളം വരാൻ പോകുന്നത്. ഇതാണ് വളം. RCMല് വളം എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, മണ്ണിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. മണ്ണിനെ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലും നമ്മൾക്ക് ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നില്ല. മണ്ണിലാണ് ചെടി നിൽക്കണേ. ഇനി നിങ്ങൾ നോക്കുക, മണ്ണിലല്ലാത്ത ചെടി എവിടെയാ ഉള്ളത്?
മണ്ണുമായിട്ടാണ് ബന്ധപ്പെട്ട് ചെടി. അപ്പൊ മണ്ണിനെ ശരിയാക്കാതെ ഗാർഡൻ ഗോൾഡ് മാത്രം ഇട്ടുകൊണ്ട് നമുക്കൊരു നല്ല ഒരു കൃഷി അല്ലെങ്കിൽ നല്ലൊരു വിളവ്, നല്ലൊരു പൂവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. യഥാർത്ഥ കാര്യം മണ്ണിലായിരിക്കുന്നത്. അപ്പൊ മണ്ണിനെ ശരിയായി എടുത്തതിന് ശേഷം അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ് ഗാർഡൻ ഗോൾഡും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തില് മണ്ണും വളമായിട്ടുള്ള ഒരു ബന്ധം ചെടിക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മ വളം ചെടിക്കിട്ടു, എന്ത് ഗാർഡൻ ഗോൾഡ് ചെടിക്കിട്ടു, പക്ഷെ മണ്ണ് ശരിയല്ലാത്തതുകൊണ്ട് അതിന് വേരിന് പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഗാർഡൻ ഗോൾഡ് വളമായി ഇട്ട് കൊടുത്താലും അതിന് പോയി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഹരിത സഞ്ജീവനിയും സോയിൽ സ്പെഷ്യലും അത് കൂടിയിട്ടാണ് ഇടുന്നതെങ്കിൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗാർഡൻ ഗോൾഡിനെ അത് എടുക്കാനും ഭക്ഷിക്കാനും വളമായിട്ട് സ്വീകരിച്ച് വലുതാക്കാനും സാധിക്കുള്ളൂ. അപ്പൊ അതിനെന്താണ്, ഗാർഡൻ ഗോൾഡില് ഒട്ടും സൗകര്യമില്ലാത്ത വീടുകളിൽ പോലും ടെറസിലോ ബാൽക്കണിയിലോ മുറ്റത്തോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ജൈവികമായി കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വളമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത് ഒരു ആണിനോ പെണ്ണിനോ വയസ്സായ ആൾക്കോ കുട്ടികളോ എന്ന വകഭേദമില്ലാതെ നമ്മൾക്ക് കൃഷിയെ, ഹരിതത്തെ, പച്ചപ്പിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. അതൊരു ആണ് വേണമെന്നില്ല, പെണ്ണായാലും കുട്ടികളായാലും ഇത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നതാണ് ഗാർഡൻ ഗോൾഡ്. അപ്പൊ ഇത് ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പൊടി രൂപത്തിലായതുകൊണ്ട് ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഗുണങ്ങൾ എന്താ? മണ്ണിൽ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കും, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അത് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതും വളമാണ്. അപ്പൊ ചെടിയുടെ വേര് സമൃദ്ധമായി വളരുന്നു. അപ്പൊ ഇതും വളമായിട്ടിരിക്കുന്നതുകൊണ്ട് അതിലൂടെ വളമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫ്രൂട്ട് സ്പെഷ്യൽ. അപ്പൊ എന്താണ് ഹരിത സഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യൽ? ഇത് നമുക്ക് ഫ്രൂട്ടിനാണെങ്കിൽ ഫ്രൂട്ടിനുള്ളത്, ഇലയ്ക്കാണെങ്കിൽ ഇലയ്ക്കുള്ളത്, കായ്ക്കാണെങ്കിൽ കായ്ക്കുള്ളത്, ഇത് ഏത് കാറ്റഗറിക്കും പറ്റും. അതായത് ഫ്രൂട്ട് ആയാലും എന്താണ് ഫലം തരുന്നത്, അത് ഇല ഫലം തരുന്നതായിക്കോട്ടെ, പൂഫലം തരുന്നതായിട്ടെ, കായ ഫലം തരുന്നതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാറ്റഗറിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹരിത സഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യൽ. ഇനിയാണ്, അപ്പൊ ഞാൻ എത്ര പ്രൊഡക്റ്റ് പറഞ്ഞു? അപ്പൊ നമ്മൾ നോക്കണം, ഇത് മൂന്നാമത്തെ ഹരിത സഞ്ജീവനി സോയിൽ സ്പെഷ്യല്, ഹരിത സഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യൽ. അടുത്താണ് സ്പ്രേമാക്സ്. ഇതെന്തിനാ? ഇന്ന് നോക്കൂ, പലതരം അസുഖങ്ങളാ വരുന്നത്. നമുക്ക് തന്നെ എത്ര തരം അസുഖങ്ങൾ വരുന്നത്? പനി, ജലദോഷം, ചുമല്, തൊള എന്നു വേണ്ട എല്ലാ അസുഖങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇത് സസ്യങ്ങൾക്കുണ്ട്. അപ്പൊ ആ സസ്യങ്ങളിൽ ആ സ്പ്രേമാക്സ് ഉപയോഗിക്കുമ്പോൾ ആ ഇലകളിൽ പറ്റിപ്പിടിച്ച് ആ ഇലകളുടെ ഉള്ളിലേക്ക് നമുക്ക് ബാഹ്യമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്, ഒരാൾക്ക് ആന്തരികമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കൂ, നമുക്ക് ബാഹ്യമായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ട്. എന്താണ്? നമ്മൾ കയ്യിൽ ചൊറി വരാ, അല്ലെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വരില്ലേ? തൊലിയിൽ കുഴപ്പമുണ്ട, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ചെടിയുടെ ഇലകളിൽ നമുക്ക് അടയാളങ്ങൾ വരാ, കൃമികൾ വരാ, പാറ്റകൾ വരാം, പുഴുശല്യങ്ങൾ വരാ, ബാക്ടീരിയ പ്രശ്നങ്ങൾ വരാ, ഫംഗസ് വരാ. ഇനി നോക്കോ, വേരുകളിലും വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് തരത്തിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്പ്രേമാക്സ് എന്ന് പറയുമ്പോ ഇലകളിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് ഇലകളുടെ അകത്ത് പോയിട്ട് അത് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവും കൂടി സ്പ്രേമാക്സിനുണ്ട്. അപ്പൊ സ്പ്രേമാക്സിൽ എന്താ ചെയ്യുന്നത്? സ്പ്രേമാക്സില് ഒന്ന്, ഇലകളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കി സ്പ്രേ കൂടുതൽ ഫലപ്രദമാക്കാൻ അതിനുള്ള സാങ്കേതിക വിദ്യ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ലായനിൽ പ്രതല ബലം കുറച്ച് സ്പ്രേ വളരെ വേഗത്തിൽ അകത്താൻ. ഞാൻ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ തിയറി അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തിയറിയിലേക്ക് പോകുന്നില്ല, ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ്. ഇലയിൽ ദ്രാവകം നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ, ഒഴുകി പോകുന്ന ദ്രാവകത്തെ തടയാൻ. ഇതാണ് ശരിക്കും സ്പ്രേമാക്സിലൂടെ കിട്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം. 4 കാര്യങ്ങൾ എന്താണ്? സ്പ്രെഡർ, അതായത് ലായനി ഇലയുടെ മേൽ നന്നായി പരക്കാൻ, പ്രതലത്തിലെല്ലാം പരക്കാൻ. അടുത്താണ് സ്റ്റിക്കർ, സ്പ്രേ ചെയ്ത ലായനി ഒട്ടിപ്പിടിച്ച് അകത്തോട്ട് കയറാൻ. പെനിട്രന്റ്, ലായനിയുടെ ചെടിയുടെ ഉപരിതലത്തിലൂടെ നന്നായി പ്രവേശിക്കാൻ. അടുത്താണ് ഡ്രിഫ്റ്റ് കൺട്രോൾ ഏജന്റ്, അതായത് നമ്മൾ അടിക്കുമ്പോൾ അത് തുള്ളി തുള്ളിയായി പോയി നഷ്ടപ്പെടാതിരിക്കാൻ. ഇങ്ങനെ കാര്യങ്ങളാണ് സ്പ്രേമാക്സിലുള്ളത്. അടുത്താണ് റാപ്പിഡ്. റാപ്പിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിൽ ഒരുപാട് ബൊട്ടാണിക്കൽ പെസ്റ്റ് ഇമ്മൊബിലൈസർ ആണ് ഇതിലുള്ളത്. അപ്പൊ അതെന്നറിയോ, ചെടികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഉണ്ടാകാതിരിക്കാൻ, ചെടികളുടെ ഇലകളിൽ നിന്ന് വലിച്ചു കുടിക്കുന്ന കീടങ്ങൾ വരാതിരിക്കാൻ, ഇതോടെ ഇലകൾ ചുരുണ്ടു പോകുന്നു, കായ്ഫലം കുറയുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഇതൊരു കീടപ്രതിരോധിനിയാണ്, ഇതൊരു കീടനാശിനിയല്ല. അതാണ് റാപ്പിഡ്. ഇനി നമുക്ക് നോക്കാം ഡിഫെൻഡ് എന്ന് പറയുന്നത്, ഇത്
ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഉണക്കുന്നത് പോലെ, നമ്മുടെ ഒരുപാട് ഇന്ന് വൈറസ് രോഗങ്ങളും പറയുന്നത് പോലെ നമ്മുടെ വൈറസ് രോഗങ്ങളൊക്കെ നമ്മളിൽ വന്നാൽ എന്താ ചെയ്യാ, നമ്മളെ ഉണക്കി കളയും, ക്ഷീണിപ്പിച്ച് കളയും, നശിപ്പിച്ച് കളയും. അതേപോലെ ചെടികളിൽ വരുന്ന ഉണക്കുകള്, അതുപോലെ തന്നെ ഇലകളിൽ വരുന്ന പ്രശ്നങ്ങള്, ആകെ അതിങ്ങനെ മണ്ണിൽ വേരുകളിൽ നിന്ന് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ഡിഫൻഡ്. ഇനിയാണ് മിലാപ്പ്. സാധാരണ കൃഷിക്ക് എന്തും തെളിക്കുമ്പോൾ നമുക്കറിയാം ശരിക്കും മിലാപ്പ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇതെന്താ പറയാ, അഡ്വാൻസ്ഡ് വാട്ടർ കണ്ടീഷൻ ആൻഡ് pH കറക്റ്റർ ആണ്. pH. ഇനിയാണ് ജലസഞ്ചയം. ഇനി പറയുന്നതാണ്, ഇത് നോക്കൂ, ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ്. ആദ്യം തന്നെ ഇപ്പൊ നോക്കൂ, ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പറയാം ശരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇത് കളയേണ്ടി വരും. അപ്പൊ ഒന്ന് നിങ്ങൾ നോക്കുക, ഞാനിപ്പോ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു കോളത്തിൽ കാണുന്നത് ഡിഫൻഡും എങ്ങനെ ഒരു കേടുവന്ന തെങ്ങിന് അല്ലെങ്കിൽ തെങ്ങിന് എങ്ങനെ ഡിഫൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് ജാതി വലിയ മരങ്ങള്, മാവ്, പ്ലാവ് അല്ലെങ്കിൽ തെങ്ങ്, ഇങ്ങനെയുള്ള സാധനം എങ്ങനെ ഡിഫൻഡ് ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ നോർമൽ ഉണ്ടാക്കിയ ഇത് മരച്ചീനിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വലിയൊരു വലിയൊരു എനർജിയാണ് ശരിക്കും. ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതകരമായി. അപ്പൊ നോക്കൂ, 2 കൊല്ലം ഉണ്ടായുള്ളൂ. എന്റെ അടുത്ത് ഈ കപ്പ കണ്ട് കോഴിക്കോട് നിന്ന് ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന്, സാറേ എനിക്ക് കുറെ കപ്പയുടെ തൈ തണ്ട് എനിക്ക് വേണം. അപ്പൊ സാറിന്റെ പറമ്പിൽ ഞാൻ കൃഷി കണ്ടായിരുന്നു. അപ്പോ സാറ് എനിക്ക് അതിന്റെ ആർക്കും കൊടുക്കരുത്, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാമെന്ന് കോഴിക്കോട് നിന്ന് സാറ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആകപ്പാട് 2 പീസാണ് കൊണ്ടുവന്നത്, അതിലൊന്നാണ് ഇത്, അത് പറിച്ചിട്ട് കിട്ടിയതാണ് ഇത്, രണ്ടാമത്തെ പറിച്ചാണ്. നോക്കൂ, 2 എനിക്ക് സ്ഥലം വളരെ കുറവാണ് എന്റെ വീടിരിക്കുന്നിടത്ത്. അപ്പൊ അവിടെയാണ് വെച്ചത് 2. ആ 2ലും ഉണ്ടായ കാഴ്ചകൾ നമ്മളൊന്ന് നോക്കൂ. ഇനി അടുത്താണ് ഞാൻ റംബൂട്ടാൻ ഞാൻ അത് വെച്ചു, ഗാർഡൻ കോൾട്ട് വെച്ചു. ഇത് നോക്കൂ, വീട്ടില് ചെടിക്ക് പകരം ഞാൻ എന്താ ചെയ്തിരുന്നത്, ചെടിക്ക് പകരം ഇത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ, ഉരുളൻകിഴങ്ങാണ് ഇത് എടുക്കുന്നത്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞത് ഗാർഡൻ കോൾട്ട് ഇരുന്നു. അപ്പൊ നമ്മുടെ വീട്ടില് ചെടികൾക്ക് പകരം ചെടികൾ വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളറിയാം, നമ്മൾ ചെടീനെ സ്നേഹിക്കുന്ന ഒരാളാണ്. ആ ചെടീനൊക്കെ മാറ്റി നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, ഫ്ലവർ ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോ ഇത് ജനങ്ങൾ കാണുമ്പോൾ, എന്റെ വീട് റോഡ് സൈഡിനടുത്താ, അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നോക്കും. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ അവർക്കും ഒരു പ്രചോദനം ഉണ്ടാവാണ്. അപ്പൊ അവരും ഇത് എങ്ങനെ ഇട്ടേന്ന് ചോദിക്കും. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ കണ്ട് അവർക്ക് ഒരുപാട് പറമ്പുണ്ടാവും, അവരത് ഉപയോഗിക്കും, ട്രൈ ചെയ്ത് ഉപയോഗിക്കും, നല്ലതാണെന്ന് മനസ്സിലാക്കും, അവരത് ഉപയോഗിക്കാനുള്ള സ്റ്റാർട്ടിങ് ഉണ്ടാവും. ഇത് നോക്കുക, അതിനുശേഷം നോക്കിക്കോട്ടു, വിത്ത് വിത്ത് പാകുന്നിടത്ത് ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഗാർഡൻ ഗോൾഡ് ഇതിനകത്ത് നമ്മുടെ സോയിലിന്റെ ഫസ്റ്റ് കുറച്ച് കൊടുക്കാം, ഗാർഡൻ ഗോൾഡ് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമ്മൾ എന്തെടുക്കും, അങ്ങനെ ഞാൻ വിത്ത് പാകണ സ്ഥലത്ത് പോയിട്ട് കണ്ടുപിടിച്ച് അവർക്ക് ഇട്ട് കൊടുത്താണത്. കണ്ടതേ, ആ വിത്ത് പാകുന്നതൊക്കെ എന്റെ റൈറ്റ് സൈഡിൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഉണ്ടായതാണ്. അപ്പൊ ഇങ്ങനെ രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഉപയോഗം എന്റെ വീട്ടിൽ പച്ചമുളകിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ചെറിയ പച്ചമുളകിന്റെ കൃഷി കണ്ട് ഞാൻ ഇടുക്കിയിൽ പോയിട്ട് ഗാർഡൻ ഗോൾഡ്, അവിടെ എനിക്ക് പച്ചമുളക് കൃഷി ചെയ്ത പരിചയമുള്ളൂ, എനിക്ക് ഏലക്കായ കൃഷി ചെയ്ത പരിചയമില്ല. പക്ഷെ ഞാൻ എന്റെ പച്ചമുളകിന് ഇട്ടുന്ന ആ കാര്യം ഞാൻ ഇടുക്കിയിൽ പോയിട്ട് സംസാരിച്ച ഒരു വീട്ടില് പച്ചമുളകിനാണ് ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ, ഞാൻ ഏലക്കായ്ക്ക് ഇടാൻ പോയില്ല, കാരണം എനിക്ക് പച്ചമുളകിനിട്ട് പരിചയമുള്ളൂ. അപ്പൊ ഞാനെന്ത് ചെയ്തേ, അവിടെ നിന്ന അവരുടെ പച്ചമുളകിന്, മോശമായ പച്ചമുളകിന്റെ കടയ്ക്ക് ഞാനൊന്ന് ഇട്ടോട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗാർഡൻ ഗോൾഡ് ഇട്ട് കാണിച്ചപ്പോ എന്ത് മനസ്സിലായി അവർക്ക്, ഇത് ഒരുപാട് നല്ലതാണെന്ന് മനസ്സിലായപ്പോ എന്ത് ചെയ്തു, അവർക്ക് ഒരുപാട് കൃഷിയുള്ളതാ. അവർക്ക് എന്താ കൃഷി, അവർക്ക് നോക്കൂ, ഏറ്റവും നല്ല കൃഷി ഒരുപാട് വിളവ് തരുന്ന കൃഷി, അതിലേക്കാണ് അവർ ഉപയോഗിച്ചത്. എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ സാധാരണ ആ വളം ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുത്തു. ഇന്ന് നോക്കൂ, ഏറ്റവും നല്ല വിളവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അത് ഇട്ട് കൊടുക്കാൻ സാധിച്ചു. ഇനി നമ്മൾ നോക്കുക, അങ്ങനെ ഒരു സെറ്റാണ് കൊടുത്തത്. ഈ സെറ്റ് ഓരോ സ്ഥലത്തും ഞാൻ കൊടുക്കാൻ തുടങ്ങി, ഇങ്ങനെ കാണിച്ച് ഞാൻ എവിടെ ഇട്ട് കാണിച്ചു കൊടുക്കണേ, പച്ചമുളകിന്, അവരെവിടെ ഉപയോഗിക്കണേ, പറമ്പില്. വ്യത്യാസം കണ്ട. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടില്, നമ്മുടെ മണ്ണില് ഉള്ള സ്ഥലത്ത് ചെറിയ കൃഷി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ അതേ കാര്യം നമുക്ക് മറ്റൊരു സ്ഥലത്ത് വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്ത കൃഷിയിൽ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ പച്ചമുളകിന് ചെയ്ത് കാണിച്ചു കൊടുക്കാം, നമ്മള് തക്കാളിക്ക്, കൊള്ളിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അവർക്ക് പറമ്പുള്ള ആളുകളാണ്, അവർ നോക്കിക്കോളും അവരെങ്ങനെ ചെയ്യുന്നുള്ളത്. അതേ രീതിയിൽ ബിസിനസ്സിനെ വളരെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.
ഇനി നോക്കോട്ടോ, ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്ഥലം നോക്കിയോട്ടോ. ഇതാണ് സുഹൃത്തിലെ ചണം. ചണം ഇത് വെസ്റ്റ് ബംഗാളിലെയാണ്. ഞാനും ബിനേഷ് സാറുമാണ് നിൽക്കുന്നത്. ചണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സാമഗ്രികൾക്കും ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ കഥകളൊക്കെ പിന്നെ എപ്പോഴും നിങ്ങൾ നേരിട്ട് കണ്ടുമ്പോൾ സംസാരിക്കാം, സമയമില്ല അത് പറയാനായിട്ട്. അപ്പൊ ഞാൻ പറയുന്നേക്ക്, എവിടെ ചെന്നാലും ഞാൻ പറയുന്നത് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ഇന്നത് കിട്ടുന്നത്. അപ്പൊ അവര് ചോദിക്കുക എനിക്ക് ഇതിനിടാൻ പറ്റുമോ? അപ്പൊ ഞാൻ ധൈര്യമായിട്ട് ഇടാലോ. ഇങ്ങനെ അവർക്കും ആ രീതിയിലേക്ക് എവിടെ ചെന്നാലും പോകാൻ പറ്റി. അപ്പൊ ഹരിത സഞ്ജീവനിയുടെ ചെറിയ പാക്കറ്റ് ഉപയോഗിച്ച് ഹരിത സഞ്ജീവനിയുടെ വലിയ വലിയ കൃഷിത്തലത്തിലേക്ക്, വലിയ ബിസിനസ്സിലേക്ക് പോകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് സെഗ്മെന്റാണ് കൃഷി. ഇനി നമ്മൾ നോക്കുക കൃഷിക്കാരുടെ ആവശ്യം എന്താ. ഇനി നോക്കൂ, ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒമ്പത് ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ എന്താ പറഞ്ഞ, ഞാൻ ചെയ്ത കൃഷിയാണ് പറഞ്ഞുള്ളൂ. ഞാൻ എന്താ കൃഷി ചെയ്ത സത്യത്തില്? ഞാൻ ചെയ്തത് പച്ചമുളക്, ഇഞ്ചി, വീട്ടിലെ എന്താ പറയാ ചെടികള്, ഉള്ളി, വാഴ, എന്റെ പറമ്പിലുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ വരുന്ന ആളുകളും പോകുന്ന ആളുകളും കൂടാതെ ഞാൻ ഏത് വീട്ടിൽ ചെല്ലുന്നുണ്ടോ അവിടെ കാണുമ്പോൾ ഞാൻ അവരോട് പറയും ഇത് ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന് പറയും. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം കണ്ടോ? എന്താ വ്യത്യാസം? ഇവിടെ പഠനമല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത് തിയറി പഠിക്കണ്ട. ഞാൻ എന്തുകൊണ്ടാണ് തിയറിയിലേക്ക് പോകാതിരുന്നത്? തിയറി അല്ല സുഹൃത്തുക്കളെ. ഇന്ന് ഏത് കർഷകരാണ് നിങ്ങൾ തിയറി ഉപയോഗിച്ച് വലിയ കർഷകരായത്? ഏതെങ്കിലും കർഷകനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ തിയറി ഉപയോഗിച്ച് വലിയ സക്സസ് ആയ കർഷകൻ? നോ. അവര് തിയറി ഉപയോഗിച്ചിട്ടല്ല, അവര് ഒരാള് ഉണ്ടാക്കി കണ്ടു, മനസ്സിലാക്കി, അത് ചോദിച്ച് മനസ്സിലാക്കി വീട്ടിൽ കൊണ്ട് ചെയ്തു. അങ്ങനെയാണ് കൃഷിക്കാരായത്. നമ്മുടെ അപ്പനും അപ്പൂപ്പന്മാരൊക്കെ എങ്ങനെ കൃഷിക്കാരായത്? തിയറി പഠിച്ചിട്ടല്ല, അവര് മറ്റൊരാൾ കണ്ടു ചെയ്ത് പഠിച്ചതാണ്. അതേ കാര്യം നമുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ തിയറി പഠിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ കർഷകനെ ഒരിക്കലും തിയറി പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അവരോട് പറയാ ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി എല്ലാ തിയറികളും അവർക്കറിയാം. ഓക്കെ ഇതിട്ടാ മതി. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞത്. അതാണ് ആദ്യത്തെ ഒരു പാക്കറ്റാണ് ഞാൻ പറഞ്ഞത്, ഹരിത സഞ്ജീവിനി. അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് ഈ ഹരിത സഞ്ജീവിനി ഇട്ടാൽ എന്റെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ഹരിത സഞ്ജീവിനി ഇട്ടുകൊണ്ട് ഇത് മണ്ണിനെ കറക്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ 4 പാക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, ഇത് 4 പാക്കറ്റ് ഉണ്ട്. 1 2 3 4. അപ്പൊ ഇത് 4 ഘട്ടങ്ങളായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ഇത് ഒന്നാമത്തെ ഘട്ടമാണ്. ഇതാണ് 1. ഏത് എഴുതാനും വായിക്കാനും ഇല്ലാത്ത ആൾക്ക് പറഞ്ഞു ഇത് 1. ഇതെന്താ? ഇത് മണ്ണിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ മണ്ണിൽ ഉപയോഗിക്കാൻ പോകുന്നത് ചെടിക്കാണോ, വാഴയ്ക്കാണോ, തെങ്ങിനാണോ, പ്ലാവിനാണോ, പുളിക്കാണോ, വലിയ മരത്തിനാണോ, മംഗോസ്റ്റിനാണോ? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ചെടിക്കാണെങ്കിൽ നിങ്ങൾ ഓക്കെ ഇത് മതി. പക്ഷെ നിങ്ങൾ ചെറിയ വലിപ്പത്തിലും വലിയ വലിപ്പത്തിലേക്കാണെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേർക്കേണ്ടതാണ് എന്ത്? സോയിൽ ഹെൽത്ത്. അത് ഹരിത സഞ്ജീവനിയുടെ ഈ ഒരു പാക്കറ്റിന്റെ 1ാം പാക്കറ്റിന്റെ കൂടെ ഈ ഒരു പാക്കറ്റും കൂടി ചേർക്കണം, സോയിൽ ഹെൽത്ത്. സോയിൽ ഹെൽത്തും കൂടി ചേർക്കുമ്പോഴാണ്, അതായത് 6 മാസത്തിന് ശേഷം വരുന്ന കൃഷികൾ, 6 മാസത്തിന് ശേഷം കിട്ടുന്ന പഴങ്ങളായിക്കോട്ടെ കായ്കളായിക്കോട്ടെ അതിന് ഗുണം ചെയ്യുന്നത് സോയിൽ സ്പെഷ്യൽ ചേർക്കുമ്പോഴാണ്. ഇനി ഇത് മാത്രമാണോ? ഇപ്പൊ വളമായോ? നോ, ഇത് വളമായിട്ടില്ല. മണ്ണിനുള്ള സർവ്വശക്തിയും കിട്ടാനുള്ള സംഭവമായി ഓൾറെഡി. ഇനിയാണ് വളം വരാൻ പോകുന്നത്. ഇതാണ് വളം. യഥാർത്ഥത്തിൽ ഇതാ വളം. ഇങ്ങനെയാണ് സെറ്റ് വരേണ്ടത്. അപ്പൊ ഹരിത സഞ്ജീവനിയുടെ ആദ്യത്തേത് കൊടുക്കണം. അപ്പൊ എന്താ പല ആൾക്കാരും അറിയോ, ഹരിത സഞ്ജീവനി മാത്രം മേടിക്കില്ല, പിന്നെന്താ ചെയ്യുന്നറിയോ? ഇത് 2 വാങ്ങും. അപ്പോഴെന്താ? അപ്പോഴും ഇനി എന്തിനാ ഇടുന്നതാണ് പിന്നെ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെയല്ല. ഹരിത സഞ്ജീവനി വേണം എന്ന് പറഞ്ഞാൽ ഹരിത സഞ്ജീവനി വേണം. ആളുകൾ എന്താ പറയാ, ഹരിത സഞ്ജീവനി ഒഴിവാക്കാൻ ശ്രമിക്കും. നോ, ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഫലം? അത് കിട്ടാനുള്ള സാഹചര്യം കുറയും. അപ്പൊ അത് ഒരിക്കലും ഒഴിവാക്കാൻ സാധ്യമല്ല. അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പണി ചെയ്യുന്നത് വെറുതെയാണ്. അപ്പൊ അത് ഹരിത സഞ്ജീവനി പാക്കറ്റ്, ഈ ഹരിത സഞ്ജീവനി ഒരെണ്ണം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ആദ്യത്തെ ഒരു കൃഷി എന്നോണം നിങ്ങൾക്ക് സോയിൽ ഗാർഡൻ കൊള്ളും. ഇപ്പോഴാണ് ശരിയായ രീതിയിൽ നമുക്ക് കൃഷി കൊടുക്കാനുള്ള സാഹചര്യം ആദ്യത്തെ സ്റ്റെപ്പിലായിട്ടുള്ളൂ. ഇത് നമ്മൾ നോക്കാം. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഒന്ന്, മണ്ണ് പാകപ്പെടുത്തുമ്പോൾ. അത് ഏത് കൃഷി ആയിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, വാഴയായിക്കോട്ടെ, എന്താണ്, കൊള്ളി ആയിക്കോട്ടെ, കപ്പ ആയിക്കോട്ടെ, പാകപ്പെടുത്തുമ്പോൾ, കൃഷിനെ മണ്ണിനെ ഒരുക്കുമ്പോൾ ചേർക്കേണ്ടതാണ് ഈ 2. മണ്ണിനെ ഒരുക്കുമ്പോൾ ചേർക്കേണ്ടതാണ് ഇങ്ങനെ. മണ്ണിനെ ഒരുക്കുമ്പോൾ ഇത് 2 ചേർക്കണം.
ഇനി നോക്കാം, ഇല വന്നതിന് ശേഷം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് മണ്ണിനെ ഒരുക്കി ഇല വന്നതിന് ശേഷം ചെറിയ കൃഷിയാണ്, അപ്പൊ ഇതിനകത്ത് വളം ചേർക്കാം. ഇല വന്നതിന് ശേഷം വളം ചേർത്താൽ മതി, പക്ഷെ മണ്ണിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. വേരിനെയാണ് കൊണ്ടുപോകേണ്ടത്, ആദ്യം വേരിനെ കൊണ്ടുപോകണം. പക്ഷെ നമ്മൾ എന്താ ആദ്യം ഫലത്തിനെ കൊണ്ടുവരാൻ നോക്കും. പല ആൾക്കാരൊക്കെ ഹരിതസഞ്ജീവനി വളമില്ലേ എന്ന് വിചാരിച്ച് ആദ്യം പഴത്തിനെ കൊണ്ടുവരാൻ നോക്കും. നോ, ആദ്യം വേരിനെ കൊണ്ടുപോകാൻ നോക്കും. വേരിന്റെ ശക്തിയാണ് ഒരു ചെടിയുടെ ശക്തി. അതിന് മണ്ണ് കറക്റ്റ് ആക്കണം. ആ വേരിനെയാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഏത് വൃക്ഷം ആയിക്കോട്ടെ, ഏത് ചെടി ആയിക്കോട്ടെ, വേരിനെ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ശേഷം നിങ്ങൾ ഇല വന്നതിന് ശേഷം നിങ്ങൾക്ക് വളം ഇട്ട് കൊടുക്കാം. ഇതാണ് വളം, അതാണ് ഗാർഡൻ ഗോൾഡ്, ഇതാണ് സെറ്റിൽ വളം. ഇനി നോക്കൂ, ഇങ്ങനെ കൊടുത്തതിന് ശേഷം അപ്പൊ ഏത് കൃഷിയാണോ, വാഴയ്ക്കാണോ, വാഴയ്ക്കാണെങ്കിൽ നമ്മൾക്ക് അതിന് എല്ലാത്തിനും ഹരിതസഞ്ജീവനി ഉപയോഗിക്കുമ്പോൾ 4 സ്റ്റേജ് ഉണ്ട്. അപ്പൊ എന്താണ്? ഇല വരുന്ന സ്റ്റേജ്, പൂ വരുന്ന സ്റ്റേജ്, കായ് വരുന്ന സ്റ്റേജ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അറിയോ, ഹരിതസഞ്ജീവനിയില് ആ പാക്കറ്റില് 4 പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരാളോട് പ്രത്യേകം ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ്? ഇപ്പൊ സാറെ വാഴയ്ക്ക് എങ്ങനെ കൊടുക്കാം? വാഴയ്ക്ക് എപ്പോ കൊടുത്തു? എന്താണ്? വാഴ നടുന്ന സമയത്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, മണ്ണിന്റെ കൂടെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ എത്ര കൊടുക്കണം? അതൊരു 1/2 ഏക്കറിന് 1 ഏക്കറിനുള്ളതുണ്ട്. അപ്പൊ 1/2 ഏക്കറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. 1/2 ഏക്കർ സ്ഥലത്ത് എത്രയാണ് ചെയ്യുന്നത്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ രീതിയിൽ കൊടുക്കാം. എന്താണ്? ഒരു 10-15 ഗ്രാം വരുന്ന രീതിയിൽ കൊടുക്കാം ഒരു വാഴയ്ക്കാണെങ്കിൽ. ആ രീതിയിലെടുത്ത് നിങ്ങൾക്ക് മൊത്തത്തിൽ കൂട്ടാം. മൊത്തത്തിൽ മണ്ണിലോ ഒരു 10-40 kg ഉണക്ക മണ്ണ് എടുക്കുക. അതിൽ നമ്മളൊരു 1/2 ഏക്കറിനുള്ളത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇടുന്നതിന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാഴ വെക്കുക. വാഴ വെച്ച് ഇല വന്നതിന് ശേഷം ആദ്യത്തെ വളത്തിന്റെ കൂടെ അത് നോക്കൂ, ഇല വരുമ്പോ ഇങ്ങനെ ഇല വരില്ലേ, കുറച്ച് കാളുമ്പോ ഇല വരാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇല വന്ന് ഫസ്റ്റ് വളമായിട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ആ സാഹചര്യം അനുസരിച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണ് വരുന്നത്? പിന്നെ ഇല വന്ന് കുറച്ചും കൂടി വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജ് കൊടുക്കണം. അടുത്ത സ്റ്റേജ് ഒരു സ്റ്റെപ്പിലാണ്, അതായത് ഒരു ഘട്ടത്തിലാണ് കൊടുക്കേണ്ടത്. ഇല വന്നു കഴിഞ്ഞു, അതിനുശേഷം 3ാമത്തെ ഘട്ടം, വളർച്ചാ ഘട്ടം. ആ വളർച്ചാ ഘട്ടത്തിൽ നിങ്ങൾക്ക് രണ്ടാമത്തത് ഇട്ട് കൊടുക്കാം. ഇനി ആ വളർച്ചാ ഘട്ടത്തിൽ വരുമ്പോൾ സോയിലും എന്താ പറയണ്ടേ, ഈ ഗാർഡൻ ഗോൾഡും കൂടി ഒരു സ്റ്റെപ്പ് കൂടി ഇട്ട് കൊടുക്കണം. വളർച്ചാ ഘട്ടത്തിന്റെ കൊലക്കൂമ്പ് വരുന്നതിന് മുമ്പായിട്ട്. ആ കൊലക്കൂമ്പ് വന്നതിന് ശേഷം പിന്നെ അഗൈൻ 4ാം ഘട്ടം ഫ്ലവറിങ്ങിൽ നിങ്ങൾക്ക് ഗാർഡൻ ഗോൾഡും എന്നിട്ട് പറയാ ആ 4ാമത്തെ പാക്കറ്റും നിങ്ങൾക്ക് ഫ്രൂട്ട് സ്പെഷ്യലും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. 4ാമത്തെ പാക്കറ്റും ഫ്രൂട്ട് സ്പെഷ്യലും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വാഴയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാഴ ഉണ്ടായി, തെങ്ങുണ്ടായി. ഇന്ന് ഏറ്റവും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃഷിയാണ് തെങ്ങ്. തെങ്ങ് നശിക്കുക എന്ന് പറയുന്നത് ഒരു വീട്ടുകാരെ സംബന്ധിച്ച്, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് വളരെ ദുഃഖം തരുന്ന കാര്യമാണ്. കാരണം അറിയോ, എത്രയോ വർഷങ്ങൾ കൊണ്ടാണ്, 10-20 വർഷത്തിന്റെ അധ്വാനമാണ്, 10-20 വർഷം കൊണ്ടിട്ടാണ് അവർക്കൊരു തെങ്ങുണ്ടാവുന്നത്. അപ്പൊ അതൊരു നശിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും, ഏതൊരു കൃഷിക്കാരനും അവന്റെ മനസ്സിൽ ഭയങ്കര ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു തെങ്ങ് നശിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് എങ്ങനെയാണ് തെങ്ങിനെ സംരക്ഷിക്കാൻ പറ്റുക. അപ്പൊ തെങ്ങിന് ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ തെങ്ങിന് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏതൊരു മനുഷ്യനും, ഏതൊരു കൃഷിക്കാരനും പറയും, നമ്മൾ പോയി ചോദിച്ചാൽ പറയും, അവർ പറയും ഓക്കെ അത് ശരിയാക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു പറയുള്ളൂ, തെങ്ങിന്റെ കേസിലാണെങ്കിൽ. അപ്പൊ നമുക്ക് വലിയൊരു കൃഷിക്കാരന്റെ ആ ഒരു പറമ്പിൽ ഒരു തെങ്ങിനെ ശരിയാക്കി കൊടുത്താൽ മതി. ഒരു തെങ്ങിനെ ശരിയാക്കി കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഒരു സെറ്റ് ഇങ്ങോട്ട് വാങ്ങാം. എന്താ സെറ്റൊക്കെ വാങ്ങേണ്ടത്? ഒന്നാണ് ഞാൻ പറഞ്ഞു, ഹരിത സഞ്ജീവനിയുടെ ഒരു പാക്കറ്റ് വാങ്ങണം. അതുപോലെ തന്നെ സോയിലിന്റെ ഒരു പാക്കറ്റ് വാങ്ങണം. ഫ്രൂട്ടിന്റെ ഒരു പാക്കറ്റ്, അതായത് ഹരിത സഞ്ജീവനി, സോയില്, അതായത് ഫ്രൂട്ട്, ഡിഫൻഡ്, ഇത്രയും കാര്യങ്ങൾ. അത് ഹരിത സഞ്ജീവനി, ഫ്രൂട്ട്, സോയില്, അതായത് സോയില്, അതുപോലെ തന്നെ ഈ ഒരു പാക്കറ്റ്. ഇങ്ങനെ സെറ്റ് നമ്മൾ ആദ്യം വാങ്ങും. ഇതാണ് ആദ്യം വാങ്ങേണ്ടത് തെങ്ങിനാണെങ്കിൽ. ഇത് 1 വർഷത്തെ ട്രീറ്റ്മെന്റ് ആണ്. തെങ്ങ് എന്ന് പറയുന്നത് 1 വർഷത്തെ ട്രീറ്റ്മെന്റ് ആണ്. അല്ലാതെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ശരിയാകുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ട്രീറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ഇതാണ് ആദ്യം വാങ്ങേണ്ടത്.
ഒന്ന് സോയിൽ സ്പെഷ്യൽ ഒരെണ്ണം മേടിച്ചു, അരയുടെ മേടിച്ചോളൂ, കുഴപ്പമില്ല. രണ്ടാമത് സോയിൽ സ്പെഷ്യൽ മേടിച്ചു, ഹരിത സഞ്ജീവനി പാക്കറ്റ് മേടിച്ചു, സോയിൽ സ്പെഷ്യൽ മേടിച്ചു, ഫ്രൂട്ട് സ്പെഷ്യൽ മേടിച്ചു, ഡിഫൻഡ് വാങ്ങി. ഇങ്ങനെ വാങ്ങിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ട ഒരു വർക്കാണ് എന്ത്? ഹരിത സഞ്ജീവനിയുടെ ഫസ്റ്റ് പാക്കറ്റ് സോയിൽ സ്പെഷ്യൽ. ഹരിത സഞ്ജീവനിയുടെ ഫസ്റ്റ് പാക്കറ്റ് സോയിൽ സ്പെഷ്യൽ, ഒന്നാമത്തെ സോയിൽ സ്പെഷ്യൽ. ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് തെങ്ങിന്. എന്താണ് എത്ര ഇട്ട് കൊടുക്കേണ്ടത്? ഒരു 15 തൊട്ട് 20 ഗ്രാം. ഇത് നമ്മൾ താഴെ കടയിൽ കുറച്ച് ചുറ്റി മാന്തി അതിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു 10 ദിവസം കഴിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, അത് 10 വർഷമായ തെങ്ങ്, ഇനി നോക്കൂ 2 വർഷമായ തെങ്ങ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാക്സിമം 10-15 വർഷമായ തെങ്ങുകളാണ് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുക. അപ്പൊ അതുകൊണ്ട് 10 വർഷത്തിന് മുകളിലുള്ള തെങ്ങ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 10 വർഷത്തിന് മുകളിലുള്ള ഏത് തെങ്ങായാലും നമുക്ക് 10-15 ഗ്രാം മതി. 10-15 ഗ്രാം. ആ 10 തൊട്ട് 15 ഗ്രാമിന്റെ എഴുതിയെടുക്കാം. എന്തെടുക്കണ്ടേ? 1 എടുക്കണം, ഹരിത സഞ്ജീവനി 1 എടുക്കണം, ഹരിത സഞ്ജീവനിയുടെ സോയിൽ സ്പെഷ്യൽ എടുക്കണം. ഇതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കാം. വെള്ളത്തിൽ ബക്കറ്റിൽ ഒഴിച്ച് കൊടുക്കാം, ട്രിപ്പ് ഇറിഗേഷൻ തോടി കൊടുക്കാം. പക്ഷെ നമ്മൾ വെള്ളത്തിൽ എത്ര വെള്ളം? 5-ന് മുകളിലാണെങ്കിൽ 10 ലിറ്റർ വെള്ളം, 10-ന് മുകളിലാണെങ്കിൽ 15 ലിറ്റർ വെള്ളം. അപ്പൊ 15-20 ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കാം. ഇത് മിക്സ് ആയിട്ട് കലക്കിയിട്ട് ചുറ്റുവട്ടം കടയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 30 ദിവസം കഴിയുമ്പോൾ, അതായത് 20-30 ദിവസത്തിനുള്ളിൽ, അത് 10 ദിവസം കഴിയുമ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് 10 ദിവസം കഴിയുമ്പോൾ ഡിഫൻഡ് എടുക്കണം. ഡിഫൻഡ് എന്താ എടുക്കണ്ടേ? ഒരു 10 തൊട്ട് 15 ഗ്രാം ഡിഫൻഡ് എടുക്കണം. ഡിഫൻഡ് എടുത്തിട്ട് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 തൊട്ട് 20 ലിറ്റർ വരെ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ചെറിയ കപ്പിലാണ് എടുക്കേണ്ടത്, എന്നിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചുറ്റിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു തെങ്ങിന്റെ കഥ പറയുന്നത്. ഇനി നോക്കട്ടോ, അപ്പൊ അടുത്ത മാസം അപ്പൊ എങ്ങനെ ഒഴിച്ചു കൊടുത്തു? ഇനി അടുത്ത മാസം രണ്ടാമത്തെ മാസം എന്താ കൊടുക്കേണ്ടത്? നമ്മൾ ഫ്രൂട്ട് സ്പെഷ്യൽ. രണ്ടാമത്തെ മാസം ഫ്രൂട്ട് സ്പെഷ്യൽ. ഈ ഫ്രൂട്ട് സ്പെഷ്യലിന്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്ത്? ഹരിത സഞ്ജീവനിയുടെ ഫസ്റ്റ് പാക്കറ്റ്, സെക്കൻഡ് പാക്കറ്റും, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പാക്കറ്റും ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ, ആ ഫ്രൂട്ട് സ്പെഷ്യലിന്റെ കൂടെ തന്നെ. അപ്പൊ ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ മാസം, അപ്പൊ ഇത് രണ്ടാമത്തെ മാസം. ഇനി മൂന്നാമത്തെ മാസവും ഫ്രൂട്ട് സ്പെഷ്യല് അത് ഇട്ട് കൊടുക്കുന്നു. നാലാമത്തെ മാസം, അപ്പൊ ഇതിങ്ങനെ 3 തവണ ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ആദ്യത്തെ മാസം നമ്മൾ ഇട്ട് കൊടുത്തു. ഇപ്പൊ ഓഗസ്റ്റ് മാസമാണെങ്കിൽ, ഈ മാസമാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തു, സോയിലും ഹരിത സഞ്ജീവനിയുടെ ഫസ്റ്റും ചേർത്ത് നമ്മൾ ഇട്ട് കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോ ഫ്രൂട്ട് സ്പെഷ്യലും രണ്ടാമത്തെ സ്റ്റേജും അത് കലർത്തി കൊടുത്തു. 2, 3 കുറേശ്ശെ ഇട്ട് കൊടുത്തു. ഇനി എന്തറിയോ? രണ്ടാമത്തെ മാസമാണ് ഇത് കൊടുത്ത്. മൂന്നാമത്തെ മാസം ഫ്രൂട്ട് സ്പെഷ്യലും ആ പാക്കറ്റിലെ 2, 3, 4 ഇട്ട് കൊടുത്തു. അത് ഗ്രാം അനുസരിച്ചിട്ട്. ഇനി നോക്കൂ, അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. നാലാമത്തെ മാസം അഗൈൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് തന്നെ, എന്ത്? ഹരിത സഞ്ജീവനിയും ഈ ഫസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഇടവിട്ട് 1 വർഷത്തെ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്കും തെങ്ങിന് വളരെ വ്യത്യാസം ഉണ്ടാവും. തെങ്ങ് അതായത് 3 കോഴ്സ്, അത് 3 മാസം കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പ്, ഒന്നാമത്തെ പാക്കറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞു, മൂന്നാമത്തെ ട്രിപ്പ് ആകുമ്പോഴേക്കും ഒരു 6 മാസം കഴിയുമ്പോഴേക്കും വലിയ വ്യത്യാസം നമുക്ക് തെങ്ങിനുണ്ടാവും. അപ്പൊ തെങ്ങിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ തെങ്ങിനെ നമ്മൾ രക്ഷപ്പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ പറമ്പിലെ എല്ലാ തെങ്ങിനും ആള് തന്നെ ചെയ്തോളും, നമ്മൾ അതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് തെങ്ങിന് കൊടുക്കേണ്ട രീതി. ഇത് തന്നെയാണ് ജാതിക്ക് കൊടുക്കേണ്ടത്. ഇനി ജാതിക്ക് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യമായിട്ട് പറയുന്നതാണ്, മണ്ണിന് കൊടുക്കുന്ന സ്ഥലത്ത് മണ്ണിന്റെ സാധനം മാത്രം കൊടുക്കാം. മണ്ണിന് സ്ഥലത്ത് കൊടുക്കുന്ന സമയത്ത് മണ്ണിന്റെ സാധനങ്ങൾ മാത്രം കൊടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യാതിരിക്കുക. മിക്സ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും. പക്ഷെ ഡിഫൻഡ് കൂടി പല ആൾക്കാർ ഇട്ട് കൊടുത്തിട്ടായിരുന്നു. പക്ഷെ ഇട്ട് കൊടുത്താലും റിസൾട്ട് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇത് മാത്രം ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാവുന്ന രീതിയിൽ ജാതി, മംഗസ്റ്റിൻ, റംബുട്ടാൻ, തെങ്ങ്, മാവ്, പേര, എന്താണോ കൃഷികളുള്ളത് ആദ്യത്തെ നമ്മൾ ഹരിത സഞ്ജീവനിയും അതുപോലെ തന്നെ ഒന്നാമത്തെ സ്റ്റേജ് കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് സ്പെഷ്യലും
ഡിഫൻഡും ഫ്രൂട്ട് സ്പെഷ്യലും അതുപോലെ 2, 3, 4 അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ജാതി ചെയ്യാം, അതുപോലെ തന്നെ റംബൂട്ടാൻ ചെയ്യാം, അതുപോലെ ജാതി, റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, മറ്റ് കൃഷികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഒക്കെ ചെയ്യേണ്ടത് അറിയോ? 10 തൊട്ട് 15 ഗ്രാം വരെ. ഇനി 10-ന് മുകളിലുള്ളവർക്കൊക്കെ അതേ ഗ്രാമിൽ തന്നെ കൊടുത്താൽ മതി. ബാക്കി നമുക്ക് നോക്കാൻ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഫ്രൂട്ട് സ്പെഷ്യലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കാം, ഈ തെളിച്ചു കൊടുക്കുന്ന എല്ലാം വാഴ മറ്റു ചില തെളിച്ചു കൊടുക്കുന്നുണ്ട്. തെളിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളതൊക്കെ ഇപ്പൊ വാഴ തെളിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ ഏലക്കായ തെളിച്ചു കൊടുക്കുന്ന സമയത്തുണ്ട്. തെളിച്ചു കൊടുക്കുന്നതിനൊക്കെ തെളിക്കുന്നതിന് മുമ്പ് കടയിൽ നനവുണ്ടാവണം. ഇത് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. തെളിച്ചു കൊടുക്കുന്ന ഐറ്റങ്ങൾക്കൊക്കെ കടയിൽ നനവുണ്ടാവണം. തെളിച്ചു കൊടുത്തതിന് ശേഷം ചെയ്യുന്നതിനൊക്കെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നനയ്ക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ചെല്ലുമ്പോഴാണ് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ വെള്ളം ചെല്ലുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മൾ നോക്കാം മിലാപ്പ്. നോക്കോട്ടോ, മിലാപ്പിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ നമ്മൾ ഈ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, പറയില്ലേ മിലാപ്പിന്റെ ആവശ്യം എന്താണ്? മിലാപ്പ് എന്ന് പറയുന്നത് പല ആളുകളും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്റെ മുടി പോയിട്ടുണ്ട്, കണ്ട എന്റെ മുടി പോയിട്ടില്ലേ, കണ്ട? കാരണം എന്താ? മിലാപ്പ് എന്ന് അറിയോ? ക്ലോറിൻ വെള്ളം. ഞാൻ പട്ടാളത്തിലായിരുന്നു, പല സ്ഥലത്ത് കുളിച്ചു. അപ്പം നമ്മൾ പറയില്ലേ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോയ മക്കളോട് ചോദിക്കല്ലേ, ആ വെള്ളത്തിന്റെ പ്രശ്നമാണ്, ഈ വെള്ളത്തിന്റെ പ്രശ്നമാണെന്ന് പറയും. യെസ്, വെള്ളത്തിന്റെ പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ പറമ്പിലെ ചെടിയുടെ ഇല നമ്മൾ വളമിട്ട ഇല പൊഴിയുന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ pH-ന്റെ പ്രശ്നം കൂടിയിട്ടാണ് തിരിച്ചറിയണം. മാക്സിമം ആളുകളിലും വെള്ളം വാട്ടർ രീതിയിലുള്ള സപ്ലൈകൾ കൂടി ആയിരിക്കും. അതിന് അവിടെ ഇടുന്ന ആ ഒരു ക്ലിയർ ചെയ്യാനായിട്ടുള്ള ക്ലോറിൻ, അത് നമ്മുടെ കൃഷിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം. അത് സ്പീഡ് കൂടുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ. അപ്പോ ഒന്ന് നമ്മള് ക്ലോറിൻ വെള്ളത്തിന്റെ ഉപയോഗം ചെടി നനയ്ക്കുമ്പോ, അല്ലെങ്കിൽ വാഴ നടുമ്പോ, അല്ലെങ്കിൽ പച്ചക്കറികൾ വെക്കുമ്പോ, ഇവിടെയൊക്കെ നമ്മുടെ ചെടി ശരിയായി വളരാത്തതിന്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് ക്ലോറിന്റെ കലർപ്പ്, വെള്ളത്തിൽ ക്ലോറിന്റെ കലർപ്പ്. അപ്പൊ അതിനെ ക്ലോറിന്റെ കലർപ്പിനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിലാപ്പ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ മിലാപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന്റെ ആ pH-നെ കറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇപ്പൊ മാക്സിമം പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ കിണറിൽ അത് ക്ലോറിൻ കൊണ്ടിടുന്ന ആളുകൾ ആ പൈപ്പ് ത്രൂ ആയിരിക്കും നനയ്ക്കുന്നത്. കാരണം ക്ലോറിന്റെ അംശം ഉണ്ടെങ്കിൽ അത് ചെടിയെ തളർത്തും, അല്ലെങ്കിൽ അതിന് ദോഷങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിലാപ്പ് നമ്മൾ നോർമൽ വാഴ നനയ്ക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, ചെടി നനയ്ക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, ഫ്രൂട്ട്സുകൾ നനയ്ക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, എവിടെയൊക്കെയാണോ മിലാപ്പിനെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം, വെള്ളം യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ. ഇനി അടുത്താണ് സ്പ്രാമാക്സും അതുപോലെ റാപ്പിഡും. അപ്പൊ സ്പ്രാമാക്സും റാപ്പിഡും ഇത് നമുക്ക് തെളിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ശ്രദ്ധിക്കാൻ എന്താണുള്ളത്, ഇതിന് 1 ml എടുക്കാം, 1 ലിറ്റർ വെള്ളം. റാപ്പിഡിന് എന്താണ്? റാപ്പിഡിന് 1 ml 1 ലിറ്റർ വെള്ളം. മിലാപ്പിൽ എന്താണ്? മിലാപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ 0.5 ml, അതായത് 1/2 ml മിലാപ്പ് കൂട്ടാം. ഈ രീതിയിൽ നമുക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതിന്റെ ഇനി നമുക്ക് ചെടികൾക്കാണെങ്കിൽ ഇതിനകത്തുണ്ട് വാട്ടർ കിറ്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്താണ് ഇത് 2.5 ml വെച്ച് 3 കുപ്പികളിലാണ് ഇതിനകത്തുള്ളത്. ഇത് കലർത്തി നമുക്ക് വാട്ടർ ബോട്ടുകളിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇത് വെള്ളത്തിനും അതുപോലെ പോഷകങ്ങൾക്കും വളമായിട്ടും 3 കാറ്റഗറി ഉണ്ട്. ഇത് വെള്ളത്തിനെയും പോഷകങ്ങൾ കിട്ടാനും, അതുപോലെ തന്നെ വെള്ളത്തിനെ രക്ഷിക്കാനും പോഷകങ്ങൾ കിട്ടാനും, അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റിനുള്ള എനർജി കിട്ടാനുള്ള 3 സാധനങ്ങൾ ഇങ്ങനെ കണ്ടോ. ഇത് 3 സാധനം 2.5 ml വീതം എടുത്ത് സമമായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുള്ളതാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞറിയോ, ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ ഇതൊരു നമ്മൾ കണക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച്. അപ്പൊ അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇത് കൃഷി ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും കൃഷി ചെയ്യാതിരിക്കുന്നത് ഇത്രയും രൂപ വരുന്നുണ്ടല്ലോ എന്നുള്ള ചിന്താഗതി മൂലമാണ്. ഞാൻ പറയുന്നത് 1 വർഷത്തേക്കുള്ള പാക്കേജാണ് ഈ ഒരു പാക്കറ്റ്, ഒരു സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 വർഷത്തേക്കുള്ള പാക്കറ്റാണ്. 1 വർഷത്തേക്കുള്ള പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന പൈസ എന്ന് പറയുന്നത്
ഒരു വർഷത്തെ പാക്കേജിന്റെ ബേസിലാണെങ്കിൽ നമുക്ക് 3104 രൂപയാണ് ഒരു വർഷത്തിന്റെ പാക്കേജിന് ഒരു പറമ്പുകാരന് വരുന്നുള്ളൂ. തെങ്ങുള്ള കാര്യക്കാർക്ക് ഞാൻ പറയണ്ട, തെങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തെങ്ങൊക്കെ ചീത്തയായിട്ട് നിൽക്കുന്ന, കേടുപറ്റി തെങ്ങൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പാക്കേജ് നമ്മൾ വാങ്ങും. എന്താണ്? 3104 രൂപ കൊടുത്ത് ഇതുപോലെ സെറ്റ് നമ്മൾ വാങ്ങും. ഒരു തെങ്ങിന് ഒരു മാസത്തേക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് 169 രൂപ 60 പൈസ വരുന്നുള്ളൂ. ഒരു തെങ്ങിന് ഒരു മാസം വരുന്ന കണക്കാ പറയുന്നത്. ഇത് നമ്മൾ 3000 ചില്ലാൻ രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ഒരു തെങ്ങിന് വരുന്ന ചെലവ് 169 രൂപ 60 പൈസ വരുന്നുള്ളൂ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു 10 തെങ്ങുള്ള ആളുകളെ പോയി കാണുകയാണെങ്കിൽ, ഒരു 10 പേരെ കാണുകയാണെങ്കിൽ, ആ 10 പേർക്ക് നമുക്ക് നമ്മുടെ പാക്കേജ് കൊണ്ട് അവരെ ഒരു 2-3 മാസം നമുക്ക് ട്രൈ ചെയ്ത് കാണിക്കാൻ പറ്റും. ഒരു പാക്കേജ് കൊണ്ട്. അതാ പറഞ്ഞ, ഇതൊരു വർഷത്തിന്റെ പാക്കേജ് ആണെങ്കിലും നമ്മളൊരു 3-4-5 മാസം നമ്മൾ തന്നെ ഒരു തെങ്ങിനെ, ഒരാളുടെ ഒരു പറമ്പില് നമുക്ക് വരുന്ന ചെലവ് എത്രയാണ്? 169 രൂപ 60 പൈസ. ഒരു തെങ്ങിന് നമ്മൾക്ക് വരുന്ന ചെലവാണ് ഒരു പ്രാവശ്യം. ഇങ്ങനെ നമ്മൾ 3-4-5 പ്രാവശ്യം ചെയ്തു വരുമ്പോൾ അവർക്ക് ആ തെങ്ങിന്റെ വളർച്ച കാണുമ്പോൾ അവർ സ്വയമായിട്ട് ഏറ്റെടുത്ത് ചെയ്തോളും. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ അപ്പൊ പൈസ ഒന്നും വാങ്ങാൻ പോകുന്നില്ല. ആ ഒരു തെങ്ങിന് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു സെറ്റാണ് അവർക്ക് കൊടുക്കേണ്ടത്. ആ ഒരു സെറ്റ് കൊടുക്കുമ്പോൾ എത്ര വരുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 പേരുടെ തെങ്ങ് പറമ്പിൽ പോയിട്ട് കൊടുക്കുകയാണെങ്കിൽ 10 പേർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ 10 സെറ്റ് കൊടുക്കാൻ പറ്റും. ആ ഒരു സെറ്റിൽ തന്നെ നമ്മൾക്ക് എത്ര ലാഭം? ആ ഒരു സെറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലാഭം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? നമുക്ക് ലാഭമായിട്ട് വരുന്നത് 10 ആൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സെറ്റിന് നമുക്ക് 752 രൂപ ഒരു സെറ്റുമ്പോ ലാഭമുണ്ട്. 752 രൂപ ഒരു സെറ്റിൽ നമുക്ക് ലാഭമുണ്ട്. MRP SP റേറ്റ് ആയിട്ട് നമുക്ക് MRP വരുന്നത് 3856 രൂപയാണ്. ഒരു സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 3104 രൂപയാണ്. 752 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇത് നോക്കൂ, ഒരു 25 പേർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവർക്കൊന്ന് കൊടുക്കുകയാണെങ്കിൽ, ഒരു പാക്കറ്റ് വാങ്ങി, നമുക്കൊരു പാക്കറ്റാണ് വാങ്ങേണ്ടത്. നമ്മുടെ ചെലവ് എത്രയാണ്? 3104 രൂപയാണ് നമ്മുടെ ചെലവ് വരുന്നത്. പക്ഷെ നമ്മളൊരു 6 മാസം, ഇത് ഒരു വർഷത്തെ പാക്കേജ് ആണ്. അപ്പൊ നമുക്ക് 6 മാസം അവരുടെ പറമ്പില് അത് യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ 25 കൃഷിക്കാരും ഓരോ സെറ്റ് വാങ്ങും. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 18,800 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്നറിയോ? 58,150 PV കിട്ടും നമുക്ക്. 58,150 PV അവര് ഉപയോഗിക്കുമ്പോൾ മാത്രം. അങ്ങനെ 25 കൃഷിക്കാർ ഉപയോഗിക്കുമ്പോൾ അവരിലൂടെ ഒരു 10 പേരെങ്കിലും വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായാൽ, അതിനർത്ഥം 58,000 PV, 58,150, അതായത് 25 പേരിൽ 10 പേർക്കെങ്കിലും ഉണ്ടാകാനുള്ള ഒരു തീരുമാനം എടുത്താൽ എന്താ സംഭവിക്കുന്നത്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 58,150 PV ഇൻറ്റു 10 എത്രയായി? 5,81,500 PV. ഇത് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. കാരണം എന്തറിയോ? ഒരു കൃഷിക്കാരൻ ആഗ്രഹിക്കുന്നത്, ഒരു കൃഷിക്കാരൻ കൈകൊണ്ട് പയർ നടന്നു, ചാക്കുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു സാധാരണ ഒരു കൃഷിക്കാരൻ പയറ് നടുന്നത് കൈകൊണ്ടാണ്, പയർ പറിച്ചു കൊണ്ടുവരുന്നത് ചാക്കിലാണ്. ഇതേപോലെ നമ്മൾക്കൊരു കൃഷിക്കാരനെ സമീപിക്കാൻ കഴിഞ്ഞാൽ, ആ കൃഷിക്കാരന്റെ ഒരു അവസരത്തെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടു കൊടുത്താൽ, ഞാൻ പറഞ്ഞല്ലേ, ഒരു സെറ്റ് ഇങ്ങനെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ അവര് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ 25 ആള് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ 58,000 PV. ഈ 25 പേര് ഒരു 10 പേർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ, അവർ പരിചയപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ 5,81,500 PV. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ അത്രയും നമ്മൾക്ക് ചാക്ക് നിറച്ച് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്, ഒരു സെക്ഷനാണ് ഹരിത സഞ്ജീവിനി എന്ന് പറഞ്ഞ സെക്ഷൻ. അപ്പോ തീർച്ചയായിട്ടും ഹരിത സഞ്ജീവനിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പിന്നീട് നമുക്ക് അവസരങ്ങളുണ്ട്. നിങ്ങൾ ഏത് ലീഡേഴ്സ് ആണോ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക.
നമ്മുടെ നമ്പർ ചോദിച്ച് മനസ്സിലാക്കുക. എവിടെയൊക്കെ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ടോ അവര് നമ്പർ ചോദിക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് നമുക്കൊരു പക്ഷേ ക്ലാസ്സിലൂടെ മനസ്സിലാകാൻ പറ്റുന്നതല്ല. നേരിട്ട് കണ്ട് നേരിട്ട് ചോദിച്ച് സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നമ്പർ വാങ്ങിയെടുക്കണം, നമ്പർ ചോദിച്ചറിയണം, ആളുകളോട് ചോദിച്ചറിയണം, ലീഡേഴ്സിനോട് ചോദിച്ചറിയണം. എല്ലായിടത്തും നമ്മുടെ ഒരു കൈ കൊണ്ട് നട്ടാൽ ഒരു കൊട്ട പറിച്ചെടുക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ പറമ്പിലും എല്ലായിടത്തും ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ എൻ്റെ പറമ്പില് ഒരു കൊള്ളി കട നട്ടിട്ട് 22 കിലോ ആണ് ഒരെണ്ണത്തിൽ നിന്ന് വരുന്നത്. 22 കിലോ. ഞാൻ അപ്പൊ ഓർക്കായിരുന്നു പണ്ടത്തെ നമ്മുടെ അമ്മാവന്മാരും മുത്തശ്ശന്മാരും ചെയ്ത കൃഷിക്ക് തുല്യമായിട്ട് ഒരു കടയിൽ നിന്ന് ഇത്രയോ, ഒരു ജാതിയിൽ നിന്ന് ഇത്രയോ, ഒരു മങ്കോഷിൽ നിന്ന് ഇത്രയോ, ഒരു പേരമരത്തിൽ നിന്ന് ഇത്രയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഹരിത സഞ്ജീവനി നമ്മളെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഓണാഘോഷത്തിന് നല്ല പച്ചക്കറി, അടുത്ത ഓണാഘോഷത്തില് നല്ല പച്ചക്കറി, നല്ല വിഭവങ്ങള് സ്വന്തം വീട്ടില് പച്ചമുളകും ഇഞ്ചിയും എല്ലാം വേപ്പിലയും തക്കാളിയും മുരിങ്ങക്കായും എല്ലാം ഉണ്ടാകാനുള്ള സാഹചര്യം ഈ ഓണം തൊട്ട് തുടങ്ങുക. അടുത്ത ഓണം ആർസ്യ വിഭവങ്ങളിലൂടെ നല്ല ഭക്ഷണം, നല്ല പച്ചക്കറികളിലൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധിക്കണം. എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരിലേക്ക് എത്തിക്കണം. അടുത്ത ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കാനായിട്ട് ഈ ഓണത്തിൽ ഒരിക്കൽ കൂടി ജയ് ഹരിത സഞ്ജീവനി. എനിക്ക് ഈ അവസരം തന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ എല്ലാവർക്കും, എൻ്റെ ഗിരീഷ് സാറിനും മൂർത്തി സാറിനും സഫർ ബിനു സാറിനും ഡോക്ടർ രാജൻ സാറിനും എന്നെ പ്രാപ്തിയാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും എൻ്റെ കൂട്ടായ എൻ്റെ ടീമിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. GRCM ഹാപ്പി ഓണം. ജയ് ഹരിത സഞ്ജീവനി. താങ്ക് യു സാർ. താങ്ക് യു സാർ.